ഇതേവരെ ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ളതിനെ സംബന്ധിച്ച് 4 സെഷനുകളാണ് നമ്മൾ കഴിഞ്ഞത്. 2 സെഷനുകളിൽ നമ്മൾ ഈ യേശു പൂർണ്ണ ദൈവമാണ് എന്നുള്ള കാര്യം ഊന്നി പറഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള 2 സെഷനിൽ പൂർണ്ണ മനുഷ്യനാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. പൂർണ്ണ ദൈവമാണ്, പൂർണ്ണ മനുഷ്യനാണ്. ഈ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും എന്നുള്ള ആ കാര്യങ്ങൾ കർത്താവിൽ ഒരൊറ്റ വ്യക്തിയിൽ സമ്മേളിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അവിടെ വരുമ്പോൾ എവിടെയാ എന്താ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു ധാരണയില്ലെങ്കിൽ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകാതെ പോകും, വേണ്ടതുപോലെ ഒരു വ്യക്തതയില്ലാതെ പോകും. എന്ന് തന്നെയല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ചെറുപ്പക്കാർ ചിലർ അവർ വിചാരിക്കും യേശു പിതാവിൽ നിന്ന് താഴെയുള്ള ഒരാളാണ്, പിതാവിന് തുല്യനല്ല എന്ന് വിചാരിച്ച് തെറ്റായ ചില ചിന്തകളിലേക്ക് പോകാനായിട്ടും ഒക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സെഷനിൽ നമുക്ക് യേശുവിൻ്റെ ദൈവത്വം, യേശുവിൻ്റെ മനുഷ്യത്വം രണ്ടും പൂർണ്ണമായിരുന്നു. യേശുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും രണ്ടും പൂർണ്ണമായിരുന്നു. പക്ഷേ ഈ 2 കാര്യങ്ങൾ 2 തരത്തിലാണ്. ദൈവത്വം എന്ന് പറയുമ്പോൾ ദൈവം സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, സർവശക്തനാണ്, നിത്യനാണ്. ഇതിനൊന്നും കുറവ് വരാതെ, ഈ കാര്യങ്ങൾക്ക് ആ ദൈവത്വത്തിന് ഒരു കുറവ് വരാതെ മനുഷ്യത്വവുമായി ചേർന്ന് എങ്ങനെയാണ് നിൽക്കാനൊക്കുന്നത്? മനുഷ്യത്വത്തിൽ യേശുവിൻ്റെ ശരീരം പ്രകൃതിക്ക് അധീനമായിരുന്നു. ദാഹമുണ്ടായിരുന്നു, വിശപ്പുണ്ടായിരുന്നു, ക്ഷീണമുണ്ടായിരുന്നു, പരീക്ഷയുണ്ടായിരുന്നു, ഒടുവിൽ മരണമുണ്ടായിരുന്നു. മറുവശത്ത് ദൈവത്വത്തിലോ, ദൈവത്വത്തിൽ സർവജ്ഞാനി, സർവശക്തൻ, നിത്യൻ, മരണമില്ലാത്തവൻ, ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ. യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ അങ്ങനെ ഒരു കാര്യം കാണുന്നുണ്ടല്ലോ. എന്താ? ദൈവത്തെ എന്ത് ചെയ്യാൻ ഒക്കുകയില്ല, പരീക്ഷിക്കാൻ ഒക്കുകയില്ല എന്നാണ് നമ്മൾ കാണുന്നത്. പക്ഷേ യേശുവിൻ്റെ മനുഷ്യത്വത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്? അവന് നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. കണ്ടോ, രണ്ടും ഡയമെട്രിക്കലി ഓപ്പോസിറ്റായ 2 കാര്യങ്ങളാണ്, ദൈവത്വവും മനുഷ്യത്വവും. ഈ 2 കാര്യങ്ങളൂടെ ഒന്നിച്ച് ഒരു വ്യക്തിയിൽ സമഞ്ജസമായി സമ്മേളിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഇതിനോടടുത്ത് വരുമ്പോൾ പലതും നമുക്ക്, നമ്മുടെ ബുദ്ധിക്ക് പല പരിമിതിയുണ്ട്. നമ്മുടെ പരിമിതിക്കകത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ പല കാര്യങ്ങളും പറ്റുകയില്ല. എങ്കിലും നമുക്ക് കഴിയുന്നിടത്തോളം ദൈവവചനം നമുക്ക് തന്നിട്ടുള്ള ബോധ്യത്തിൽ നമുക്ക് ഈ കാര്യത്തെ ഒന്ന് നമുക്കൊന്ന് നോക്കിക്കാണാം. അതാണ് ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദൈവത്വം എന്ന് പറയുന്നത് പരിമിതി ഇല്ലാത്തതാണ്. മനുഷ്യത്വം എന്ന് പറയുന്നത് പരിമിതികളുള്ളതാണ്. 2 തരത്തിലുള്ള ഇവ എങ്ങനെ ഒന്നിച്ച് നിൽക്കും? ഒന്ന് വരുമ്പം മറ്റൊന്നിന് മാറ്റം ഉണ്ടാകുകയല്ലേ? ഇത് തിയോളജിയൻസിൻ്റെ ചിന്ത ഈ കാര്യത്തിൽ വളരെ 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 ഈ കാര്യങ്ങൾ അവർ ചിന്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ പറഞ്ഞ ഒരു സെൻറ്റൻസ് ഞാൻ പറയാം. ആ സെൻറ്റൻസ് നിങ്ങൾ ഒന്ന് എഴുതിയിടുകയോ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് സത്യത്തിലൊരു പാരാവാരം പോലെ, ഒരു സമുദ്രം പോലെ ഒരു സെൻറ്റൻസാണ്. പക്ഷേ ആ സെൻറ്റൻസ് നമ്മളതിനെ തുടർന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ദൈവം ചിലപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചില ബോധ്യങ്ങൾ തന്നെന്നിരിക്കും. അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. എന്നാൽ പൂർണ്ണമായിട്ട് അത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയും വേണം എന്നെനിക്ക് തോന്നുന്നു. അതായത് കർത്താവ് ഒരേ സമയം ദൈവമായിരിക്കെ തന്നെ അവിടുന്ന് മനുഷ്യനുമായിരുന്നു. ഇത് രണ്ടും ഒരേ ആളിൽ, ഒരേ വ്യക്തിയിൽ, ഒരേ സമയത്ത് ഒന്നിച്ചായിരുന്നു എന്ന് പറയുമ്പം അതെങ്ങനെ നടക്കും? ഇംഗ്ലീഷിൽ അതിനെക്കുറിച്ച് ദേവദാസൻ പറഞ്ഞിരിക്കുന്നത്, റിമൈനിങ് വാട്ട് ഹീ വാസ്, ഹീ ബിക്കെയിം വാട്ട് ഹീ വാസ് നോട്ട് എന്ന്. ഇവിടെ ഒരു ബോർഡില്ല. റിമൈനിങ് വാട്ട് ഹീ വാസ്, താന് എന്തായിരുന്നോ അതായി നിലനിന്നുകൊണ്ട് തന്നെ താന് എന്തല്ലായിരുന്നോ അതായി തീർന്നു. എന്തെങ്കിലും മനസ്സിലായോ? റിമൈനിങ് വാട്ട് ഹീ വാസ്,
ഹീ ബിക്കെയിം വാട്ട് ഹീ വാസ് നോട്ട് എന്നാണ് ആ സെൻറ്റൻസ്. അപ്പോൾ കാരണം ഇത് രണ്ട് പ്രകൃതങ്ങളാണ്. രണ്ട് പ്രകൃതങ്ങൾ എങ്ങനെ ഒരേ സമയം ഒന്നിച്ച് നിൽക്കും എന്നുള്ളത് എല്ലാ ചിന്തകന്മാരുടെയും മുമ്പിൽ ഒരു കീറാമുട്ടിയായിരുന്നു. നമുക്ക് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ വായിക്കുന്നു. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളിവിടെ അംശമായിട്ട് അറിയുന്നു, പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. നമ്മളിവിടെ പല കാര്യങ്ങളും ഈ മുമ്പേ പറഞ്ഞ പോലെ 1 ശമൂവേൽ 6-ാം അധ്യായത്തിൽ നമ്മളൊരു കാര്യം പറഞ്ഞതുപോലെ 6:19 നമ്മളൊരു സംഭവം പറഞ്ഞല്ലോ. ബേശമേശ്യർ അവരെന്ത് ചെയ്തു? പെട്ടകത്തെ അങ്ങ് ഉറ്റുനോക്കി. അവർ തെറ്റൊന്നുമല്ല ചെയ്തത്, പക്ഷേ ആ പെട്ടകത്തെ അങ്ങ് ഉറ്റുനോക്കി ഇതിനൊരു ക്ലൂ കിട്ടിയാലേ നമുക്ക് തൃപ്തിപ്പെടുകയുള്ളൂ. ഇതിനൊരു കൃത്യമായ ഒരു ഉത്തരം കിട്ടിയാലേ നമുക്ക് തൃപ്തിയാകുകയുള്ളൂ. ദൈവം എങ്ങനെയായിരിക്കുന്നത്, ദൈവത്തെ എനിക്കൊന്നും മനസ്സിലാക്കണമല്ലോ എന്ന് പറഞ്ഞ് അവരുടെ മാനുഷികമായ ജിജ്ഞാസ അതിരുവിട്ട് അവരാ പെട്ടകത്തിൽ ഉറ്റുനോക്കിയപ്പം വലിയൊരു ജനസംഖ്യയാണ് കൊല്ലപ്പെട്ടു പോയത്, സംഹരിക്കപ്പെട്ടു പോയത് എന്ന് നമ്മൾ 1 ശമൂവേൽ 6:19 നിന്ന് കഴിഞ്ഞ ഏതോ ഒരു സെഷനിൽ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് ഒരു തൃപ്തികരമായ ഒരു ഉത്തരം, 100% തൃപ്തികരമായ ഒരു ഉത്തരം കിട്ടിയാലേ നമ്മൾ തൃപ്തിപ്പെടൂ എന്നുള്ളത് വിട്ടിട്ട് നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തി, കർത്താവേ ഇതൊക്കെ അറിഞ്ഞാലും എൻ്റെ ജീവിതം എനിക്ക് നിനക്ക് പ്രസാദകരമായിട്ട് ജീവിക്കണം, അതിന് സഹായകരമായ നിലയിൽ ഈ അറിവുകളെയൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണേ എന്നുള്ളൊരു വിനയത്തോടെ നമ്മളായിരുന്നാൽ ദൈവം നമ്മളെ പല കാര്യങ്ങളും നമുക്ക് ബോധ്യം തരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നോക്കുക, നമ്മൾ ഈ രണ്ട് പൂർണ്ണ ദൈവത്വവും പൂർണ്ണ മനുഷ്യത്വവും ഒന്നിച്ചു വന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ചില രംഗങ്ങളിൽ ഒരു പ്രകൃതം ചെയ്യുന്നത് മറ്റേ പ്രകൃതം ചെയ്യാതിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു വ്യക്തത ഇല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പല കാര്യവും തെറ്റായിട്ട് ധരിച്ചു പോകും. ഉദാഹരണത്തിന് നമുക്കൊരു വാക്യം നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ. ഇത് തന്നെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ ആ ഭാഗം കാണുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം 18-19 ഭാഗത്ത് ഈ സംഭവം തന്നെ ലൂക്കോസ് രേഖപ്പെടുത്തുമ്പം കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കണ്ടോ, നല്ലവൻ ഒരുത്തനേ ഉള്ളൂ എന്ന് മത്തായി എഴുതിയ സുവിശേഷം 19:17 പറയുമ്പോൾ ഈ ലൂക്കോസ് കുറച്ചുകൂടെ വ്യക്തമാക്കിയിട്ട് ലൂക്കോസ് അതിൻ്റെ 19 പറയുന്നു, ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. അപ്പോൾ യേശു ആരാ? പിന്നെ യേശു ദൈവമല്ല എന്നല്ലേ? ഈ വാക്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചെറുപ്പക്കാരനെ വഴിതെറ്റിച്ചത്. യേശുവിൻ്റെ അടുത്ത് ഒരു പ്രമാണി വന്നിട്ട് ചോദിക്കുന്നു, നല്ല ഗുരു. അപ്പോൾ പറയുന്നു, എന്താ ഈ പറയുന്നത്? എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ലൂക്കോസ് അത് വളരെ വ്യക്തതയോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ഞാൻ നല്ലവനല്ല, ദൈവമല്ലേ നല്ലവൻ, ഞാൻ നല്ലവനല്ല എന്നാ പറയുന്നത് എന്നാണ് നമ്മൾ സ്വാഭാവികമായിട്ട് ധരിക്കുന്നത്. ഈ ചെറുപ്പക്കാരൻ അങ്ങനെയാണ് ധരിച്ചത്. നമ്മൾ ആ ഭാഗത്തെ വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലാതെ അതിനെ ഒന്ന് വായിച്ചു നോക്കുക. ഒരാൾ വന്നിട്ട് പറഞ്ഞു, നല്ല ഗുരു എന്ന് പറഞ്ഞിട്ടൊരു സംശയം ചോദിച്ചു. ഉടനെ യേശു സംശയത്തിന് മറുപടിയല്ല പറയുന്നത്, എന്നെ എന്തിനാ അങ്ങനെ വിളിച്ചത്? എന്നെ നല്ലവനെന്ന് വിളിച്ചത് എന്തിന്? അത് കേട്ടാൽ തോന്നും ഞാൻ നല്ലവനല്ല എന്നായി പറയുന്നതെന്ന് തോന്നും. എന്നിട്ട് അതിനോട് ചേർത്ത് പറയുന്നു, ദൈവം മാത്രമേ നല്ലവനുള്ളൂ. ചുരുക്കത്തിൽ ഞാൻ നല്ലവനുമല്ല, ഞാൻ ദൈവവുമല്ല എന്ന് യേശു പറഞ്ഞതുപോലെ നമുക്ക് തോന്നും.
ഇതെന്താ അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ പറയുന്നത് എന്താണ് അങ്ങനെ പറയുന്നത്? ഇവിടെ നമുക്ക് ഈ പറഞ്ഞ നമ്മൾ ആദ്യം പറഞ്ഞ ആ കാര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ വാക്യങ്ങളെ നോക്കിയില്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോവും. ഇങ്ങനെ യേശു പറയുമ്പം തന്നെ ഇങ്ങനെ അല്ലാതെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ അല്ലാതെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം ഈ സംഭവമല്ല, വേറൊരു സംഭവത്തിൽ ഇങ്ങനെ ഇവിടെ പറഞ്ഞത് പിതാവും നല്ലവനായ പിതാവ് ദൈവം, ഞാൻ മറ്റൊരാൾ, അങ്ങനെ രണ്ടായിട്ട് മാറി നിൽക്കുന്നത് പോലാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 18 നമ്മൾ വായിച്ചത്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം 14 6 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കിയാട്ട് അവിടെ എന്താ ഈ പറഞ്ഞ ദൈവവും അല്ലെങ്കിൽ പിതാവും നല്ലവനായ പിതാവും താനും ഒന്നാണെന്നുള്ള മട്ടിലാണ് അവിടെ പറയുന്നത്. 14:6 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ തൻ്റെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്നെ അറിഞ്ഞവൻ പിതാവിനെ അറിഞ്ഞു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുപിരിക്കുന്നു. ഉടനെ ഫിലിപ്പോസ് അത് കേട്ടപ്പോൾ ഫിലിപ്പോസ് സ്വാഭാവികമായിട്ടൊരു സംശയം ചോദിച്ചു, ആട്ടെ കർത്താവേ, പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. അപ്പോൾ ഫിലിപ്പോസിന് സ്വാഭാവികമായിട്ട് ഇതുപോലെ സംശയമുണ്ട്, പിതാവ് വേറെ ആരാണ്ടാ, യേശു മറ്റൊരാളാണ്, പിതാവിനെ ഒന്ന് കാണിച്ചു തരണം എന്ന് ചോദിച്ചപ്പം എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞപ്പം യേശു അതിനെന്താ പറയുന്നത്? യേശു അവനോട് പറഞ്ഞ്, ഞാൻ ഇത്രയും കാലം നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ഈ പറയുന്നതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? കർത്താവ് അവിടെ പറയും, ഇത്രയും നാളും നിൻ്റെ കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസ്? ഞാൻ ഈ പറയുന്നത് എന്തുവാ, ഞാൻ ആരാന്ന് നിനക്ക് മനസ്സിലാകുന്നില്ലേ ഫിലിപ്പോസ്? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എന്താ? അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഞാനും പിതാവും ഒന്നാണെന്ന്. നേരത്തെ നമ്മൾ മത്തായി സുവിശേഷം 19 ലൂക്കോസ് 18 പറഞ്ഞതിൻ്റെ എതിർവശമല്ലേ ഇത്? ഇതെല്ലാം ഒരാളാണ് പറയുന്നത്, യേശു തന്നെ ഇതെല്ലാം പറയുന്നത്. ഒരിടത്ത് അങ്ങനെയും പറയുന്നു, ഒരിടത്ത് ഇങ്ങനെയും പറയുന്നു. ഇതെന്താ ഇങ്ങനെ പറയുന്നത്? ഒരു ചെറുപ്പക്കാരൻ ഈ ലൂക്കോസ് 18 പറഞ്ഞത് വായിച്ചേച്ച് അവൻ മുസ്ലിമായി പോയി. നോക്കുക, ഈ ഏതെങ്കിലും ഒരെണ്ണത്തെ പിടിക്കുന്നതാണ് ഇപ്പോഴും പ്രശ്നം. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ വെർച്യൂ സ്റ്റാൻഡ്സ് ഇൻ ദ മിഡിൽ എന്ന് പറഞ്ഞതുപോലെ പക്ഷിക്ക് 2 ചിറകുണ്ട് എന്ന് നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ദേവദാസൻ കൂടെ പറയാറുള്ളത് പോലെ ഇതിൻ്റെ പക്ഷിക്ക് 2 ചിറകുണ്ട്. ഒരു ചിറക് ഇടതുവശത്താണേ, മറ്റേ ചിറക് വലതുവശത്താണ്. ഇടതുവശത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ വലതുവശം, അല്ലെങ്കിൽ വലതുവശത്തിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ഇടതുവശം? ഇതെല്ലാം ശരിയാകാൻ വേണ്ടി 2 ചിറകൂടെ ഒരു വശത്ത് അങ്ങ് പിടിപ്പിച്ചിരുന്നെങ്കിലോ ഇത് പറക്കാനൊക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. യേശു ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 18 മത്തായി 19 നമ്മൾ പറഞ്ഞ ആ കാര്യം, പിതാവ് മാത്രമേ നല്ലവനുള്ളൂ എന്നുള്ള നിലയിൽ പറഞ്ഞ ആ കാര്യം തൻ്റെ ഒരു പ്രകൃതത്തിൽ നിന്ന് പറഞ്ഞ ഒരു കാര്യമാണ്, മനുഷ്യത്വത്തിൽ നിന്ന് പറഞ്ഞ ഒരു കാര്യം. ആ മനുഷ്യത്വത്തിൽ നിന്ന് പറഞ്ഞപ്പോൾ ദൈവത്വം എന്നുള്ള കാര്യം അവിടെ ഇൻ്റർഫിയർ ചെയ്യാതെ അത് നിൽക്കുക ചെയ്യുന്നത്, സൈലൻ്റായിട്ട് നിൽക്കുക ചെയ്യുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 14:6-11 പറഞ്ഞപ്പോഴോ അവിടെ ഞാനും പിതാവും ഒന്നാ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നെന്ന് പറഞ്ഞപ്പം യേശു അവിടെ സംസാരിച്ചത് തൻ്റെ ദൈവത്വത്തിലാണ് സംസാരിച്ചത് എന്നല്ലേ നമുക്ക് ചിന്തിക്കാൻ ഒക്കൂ. ഈ നിലയിൽ പല വാക്യങ്ങളുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം, മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം, ഈ ഭാഗം നമ്മൾ മുമ്പേ ഒന്ന് പറഞ്ഞതാണ്. അത് ഇങ്ങനെയാണ്, 13:32. ഇതും പലർക്കും സംശയമുള്ള ഒരു കാര്യം. ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്ന് പറയുമ്പം പിതാവ് മാത്രമാണ് ഈ കാര്യം അറിയുന്നത് എന്നാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഈ കാര്യം യേശു എന്തുകൊണ്ട് അവിടെ അങ്ങനെ പറഞ്ഞു? നമുക്കതിന് കൊടുക്കാവുന്ന വിശദീകരണം എന്താ? നമുക്ക് കൊടുക്കാവുന്നത് അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യം എന്താ? യേശു താന്
തൻ്റെ മനുഷ്യത്വത്തെ സംബന്ധിച്ചിടത്തോളം താൻ ഒരു തലത്തിലേക്ക് താണു വന്നു. താൻ ദൈവത്വത്തിൻ്റെ അവകാശങ്ങൾ ഉരിഞ്ഞു വെച്ച് മനുഷ്യത്വത്തിൽ വന്ന് നിൽക്കുമ്പോൾ താനൊരു മനുഷ്യനെന്നുള്ള നിലയിൽ അതിൻ്റെ നാള് നാഴികയും തനിക്കിപ്പോഴറിയില്ല എന്നുള്ളത് തൻ്റെ മനുഷ്യത്വത്തിൽ താൻ പറഞ്ഞ ഒരു കാര്യമായിട്ട് നമുക്ക് എടുക്കുക എന്നല്ലേ നമുക്ക് കഴിയുള്ളൂ. അതുപോലെ തന്നെ ഇതിനെ വേറൊരു വാക്യത്തോടൊന്ന് താരതമ്യം ചെയ്യാം. യോഹന്നാൻ്റെ സുവിശേഷം 16:30 നോക്കുക. നീ സകലവും അറിയുന്നു എന്നും ആരും നിന്നോട് ചോദിപ്പാൻ നിനക്ക് ആവശ്യമില്ല എന്നും ഞങ്ങളിപ്പോൾ അറിയുന്നു. ഇതിനാൽ നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാ പറഞ്ഞു. കണ്ടോ ശിഷ്യന്മാർ പറഞ്ഞു. യേശു സംസാരിച്ചപ്പം പിതാവിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പം ശിഷ്യന്മാർ പറഞ്ഞു, നീ ഇപ്പോൾ സാദൃശ്യമൊന്നും പറയാതെ സ്പഷ്ടമായി സംസാരിക്കുന്നു. എന്നിട്ട് പറയുക, നീ സകലവും അറിയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 16:30 അനുസരിച്ച് എന്താ? യേശു സകലവും അറിയുന്നു. അതേസമയം മർക്കോസിൻ്റെ സുവിശേഷം 13:32 അനുസരിച്ചോ ആ നാഴികയും യേശുവിനെ അറിഞ്ഞുകൂടാ. ഇത് തമ്മിൽ എങ്ങനെയാണ് നമുക്ക് ചേർത്ത് ചിന്തിക്കാൻ ഒക്കുന്നത്? ചേർത്ത് ചിന്തിക്കാം, ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഈ മർക്കോസിൻ്റെ സുവിശേഷം 13:32 യേശു തൻ്റെ മനുഷ്യത്വത്തിൽ നിന്ന് സംസാരിച്ചു. താൻ അവിടെ പറയുമ്പോൾ താൻ ദൈവമല്ലാതല്ല, ദൈവത്വം തന്നിലുണ്ട്. പക്ഷെ ആ ദൈവത്വം ആ ഒരു കോണ്ടസ്റ്റിൽ അവിടെ ആ പ്രകൃതം ഈ പ്രകൃതവുമായിട്ട് മിങ്കിൾ ചെയ്യാതെ അവിടെ നിൽക്കുന്നു. താൻ തൻ്റെ മനുഷ്യത്വത്തിൽ പറയുന്നു. അതേസമയം മറുവശത്തോ യേശുവിൻ്റെ ദൈവത്വത്തെ കണ്ടപ്പം അവർ ചോദിക്കുന്നു, എന്താ നിനക്ക്, നീ എല്ലാം അറിയുന്നല്ലോ എന്ന് പറയുന്നു. നമ്മൾ ഈ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും ഒക്കെ യേശു എല്ലാം അറിയുന്നു എന്ന് പറയുന്ന പല വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. 4-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം ഒരു യഥാർത്ഥ സംഭവം. എന്താ അവിടെ നമുക്കറിയാവുന്ന ഒരു സംഭവം. ഈ ശമര്യക്കാരി സ്ത്രീയെ യേശു അന്നേരമാണ് കാണുന്നത്. നേരത്തെ ബന്ധമൊന്നുമില്ല, അറിഞ്ഞുകൂടാ. യേശു വഴി നടന്ന് ക്ഷീണിച്ച് അവിടെ ഇരുന്നു. അപ്പോഴാണ് ഈ സ്ത്രീ വരുന്നത്. ആ സ്ത്രീയോട് സംസാരിച്ചപ്പോൾ യേശു പെട്ടെന്ന് പറയുക, എന്തുവാ പറയുന്നത്? യേശു പറയുന്നത്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പം നിൻ്റെ കൂടെ ഉള്ളവനോ ഭർത്താവല്ല. യേശു ഒരിടത്ത് പറഞ്ഞു, എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന് മർക്കോസിൻ്റെ സുവിശേഷം 13:32 പറഞ്ഞ യേശു ഇതാ വേറൊരു വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു കാര്യം, രഹസ്യമായിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അവളുടെ ഭൂതകാലം, അവളുടെ വർത്തമാനകാലം, ഇതൊക്കെയും പൊരുൾ തിരിച്ച് താൻ വ്യക്തമാക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ശമര്യക്കാരിയോട് സംസാരിച്ചപ്പോൾ യേശുവിൻ്റെ ഏത് പ്രകൃതമാണ്, അതിൽ നിന്നാണ് ഈ യേശു സംസാരിച്ചത്? താൻ തൻ്റെ ദൈവത്വത്തിൽ ഈ കാര്യങ്ങളൊന്നും തനിക്ക് മറഞ്ഞിരിക്കുന്നില്ല. നമ്മൾ നേരത്തെ ഈ കാര്യങ്ങൾ വളരെ 2 വശവും എടുത്ത് ചിന്തിക്കുകയുണ്ടായി. കടലിൽ പോകുന്ന ആ വലിയ മീന്, ഏതെങ്കിലും ഒരു മീനിൻ്റെ എപ്പോഴോ അത് വിഴുങ്ങിയ ചതുർദ്രഹ്മപ്പണം അതിൻ്റെ വായിലിരിക്കുന്നത് അറിഞ്ഞ കർത്താവാണ്. ആ കർത്താവാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത്. ഞാൻ ഒന്നും അറിയുന്നില്ല, എനിക്കത് അജ്ഞാതമായി നിൽക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതിനെ തമ്മിൽ നമുക്കങ്ങനെ പല ഭാഗങ്ങൾ നമുക്ക് നോക്കാനായിട്ട് കഴിയും. മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 15-ാം അധ്യായം അതിൻ്റെ 34 യേശു ഒരു കൊച്ചു കാര്യം ചോദിക്കും. നമുക്ക് ഈ വലിയ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് കുറച്ചുകൂടെ സിമ്പിളായ കാര്യങ്ങളിലേക്ക് നോക്കാം. യേശു അവരോട് ചോദിക്കുക, കുറേ പുരുഷാരമൊക്കെ വന്നപ്പം കർത്താവ് അവരോട് ചോദിക്കുക, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? യേശുവിനെ അറിയരുത് ഇവരുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്. യേശു അവരോട് എന്തിനാണ് ചോദിച്ചത്? ഒരു ശമര്യക്കാരിയായ സ്ത്രീയുടെ ഭൂതകാലവും വർത്തമാനകാലവും എല്ലാം ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ അറിയാവുന്ന യേശു ഇവിടെ പറയുക, എത്ര അപ്പമുണ്ട്? വിളിച്ച് ചോദിക്കുക. എവിടെയോ എന്തോ തമ്മിൽ ചേരാതെ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്നില്ലേ? മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെ വേറൊരു രംഗം നമ്മൾ കാണുന്നുണ്ട്. 5-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ
കർത്താവ് ഉടനെ തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ എൻ്റെ വസ്ത്രം തൊട്ടതാര്? രക്തസ്രവക്കാരായ സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം തൊട്ടു. ആ നിമിഷാർത്ഥത്തിൽ അവൾക്ക് സൗഖ്യമായി. അവളുടെ രക്തസ്രവം 12 സംവത്സരമായിട്ട് ഉണ്ടായിരുന്ന രക്തസ്രവം ഒരു തൊങ്ങലിൻ്റെ അറ്റത്തെ ഒരു നേരിയ സ്പർശം കൊണ്ട് അതിന് സൗഖ്യം നൽകാൻ കഴിയുന്ന ദൈവമാണിത്. ആ ദൈവത്വത്തിൽ താൻ എന്തു ചെയ്തു? അവളുടെ രോഗം, ഇത്രയും പഴകിയ രോഗത്തെ ഒരു നിമിഷം കൊണ്ട് സൗഖ്യമാക്കിയ യേശു അത് കഴിഞ്ഞ് അടുത്ത നിമിഷത്തിൽ തിരിഞ്ഞു നിന്ന് ചോദിക്കുക, എന്നെ ആരാ തൊട്ടത്? ആരാ തൊട്ടത് എന്ന് പറയുമ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഈ കാര്യങ്ങളെ പരസ്പരം നമുക്ക് ചിന്തിക്കാനായിട്ട്, ചേർത്ത് ചിന്തിക്കാനായിട്ട് എങ്ങനെ കഴിയും? പ്രിയപ്പെട്ടവരെ, ഒരു പ്രകൃതം ചെയ്യുന്നത് മറ്റേ പ്രകൃതം ചെയ്യാതിരിക്കുന്നു, നിശബ്ദത പാലിക്കുന്നു എന്നുള്ള ഒരു ആൻസർ അല്ലേ നമുക്കവിടെ പറയാനൊക്കെ ഉള്ളൂ. മറ്റൊരു ഭാഗം നോക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ യേശു പ്രവൃത്തി ആരംഭിച്ചപ്പം അതിനെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ടല്ലോ. അതായത് യേശു അത് ആരംഭിച്ചപ്പോൾ അവന് 30 വയസ്സായിരുന്നു എന്ന് പറയുന്ന ആ ഭാഗം 23-ാമത്തെ വാക്യം. എനിക്ക് തോന്നുന്നു അവിടെ എഴുതിയപ്പം 20 എന്നാണ് എഴുതിയത്, 3:23 എന്ന് തിരുത്തണേ. ഏകദേശം 30 വയസ്സായിരുന്നു. യേശുവിന് എത്ര വയസ്സാണ്? യേശുവിന് 30 വയസ്സാണ്. ആ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ യേശുവിന് 30 വയസ്സാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-2 വാക്യങ്ങൾ നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. അവിടെ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം എന്തായി? കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു, ഞങ്ങളുടെ കണ്ണ് കണ്ടു. യോഹന്നാൻ പിന്നെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടെ വിശദീകരിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൈ തൊട്ടതും ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ അറിഞ്ഞതും ആയ ജീവൻ്റെ വചനം. അപ്പോൾ ഈ പറഞ്ഞ 30 വയസ്സായെന്ന് പറയുന്ന യേശു ആരാ? ആ നിത്യദൈവമാണ്. ഈ വാക്യങ്ങളെ നമ്മൾ ഒരു വാക്യം ഒരിടത്ത് കണ്ടിട്ട് മറ്റൊരു വാക്യം മറ്റൊരിടത്ത് കണ്ടിട്ട് ഇത് തമ്മിൽ പൊരുത്തപ്പെടാതെ വരുന്ന കാണുമ്പോൾ ഏതെങ്കിലും ഒന്ന് പിടിച്ച് നമ്മൾ തെറ്റിപ്പോകാൻ ഇടയാകരുത്. ഇതിനോട് ചേർത്ത് നമ്മൾ വേറൊരു കാര്യം പറഞ്ഞല്ലോ. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 58-ാമത്തെ വാക്യം. അവിടെ എന്താ നമ്മൾ പറഞ്ഞത്? ഞാൻ അബ്രഹാത്തിന് മുമ്പേ, ബിഫോർ അബ്രഹാം ഐ ആം എന്ന് പറഞ്ഞ കർത്താവ്, ഐ ആം എന്ന് പറഞ്ഞ കർത്താവ്. അപ്പോൾ അങ്ങനെയുള്ള കർത്താവ്, കാലത്തിന് അതീതനായ കർത്താവ്, കാലത്തിന് അതീതനായ ദൈവത്തെക്കുറിച്ച് മാത്രമല്ല, താൻ തന്നെ പറയുക, ഞാൻ അബ്രഹാമിന് മുമ്പുണ്ട്. യേശു തന്നെ അവരുടെ മുമ്പിൽ നിന്ന് പറയുക, ഞാൻ അബ്രഹാമിന് മുമ്പ് ഉള്ളവനാണ് എന്ന് പറയുന്ന യേശു. ആ യേശു പറയുക, യേശുവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയ അവന് 30 വയസ്സായിരുന്നു. അബ്രഹാമിന് മുമ്പുള്ള അന്നുണ്ടായിരുന്ന യേശുവിന് ഇപ്പം 30 വയസ്സായിരുന്നു എന്ന് പറയുമ്പോൾ പൊരുത്തപ്പെടാതെ നിൽക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിൻ്റെ സമഗ്രതയിലാണ് കാണേണ്ടത്. അതിൻ്റെ ടോട്ടാലിറ്റിയിലാണ് നമ്മൾ കാര്യങ്ങളെ കാണേണ്ടത്. യേശുവിൽ മനുഷ്യത്വമുണ്ടായിരുന്നു, ദൈവത്വമുണ്ടായിരുന്നു. ഇവ ചില രംഗങ്ങളിൽ അത് താൻ ഒരു കാര്യത്തിൽ നിന്ന് താനെ പ്രതികരിച്ചു, മറ്റേ കാര്യം നിശബ്ദമായിട്ട് നിശ്ചലമായിട്ട് ഇരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മൾ വേറെയും ചില വാക്യങ്ങൾ ഞാനിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം അതായത് കർത്താവ് പോകുന്നതിനെക്കുറിച്ചാണ്. ഞാൻ പോകുന്നു, ഞാനിപ്പോൾ സ്ഥലം ഒരുക്കാൻ പോകുന്നു, കർത്താവ് പോവുക എന്ന് പറഞ്ഞു. അതേസമയം മത്തായി എഴുതിയ സുവിശേഷം 28-20 എന്താ പറഞ്ഞത്? ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്, ഞാനെങ്ങും പോകുന്നില്ല, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒരിടത്ത് പറയുന്നു ഞാൻ പോകുന്നു. അതുപോലെ തന്നെ യേശു ക്രിസ്തു ക്ഷീണിച്ചു, ദാഹിച്ചു, കരഞ്ഞു, കീഴടങ്ങി, മാതാപിതാക്കൾക്ക് കീഴടങ്ങി, താൻ അഭ്യസിച്ചു എന്നൊക്കെ പറയുന്നിടത്ത് മറുവശത്ത് യേശുവിനെക്കുറിച്ച് കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ നേരത്തെയും വായിച്ചു, 1:17 നമ്മൾ വായിച്ചു, അവൻ സർവ്വത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. എബ്രായർ 1:3 നമ്മൾ കണ്ടു.
പ്രിയപ്പെട്ടവരെ, ഈ കാര്യത്തെ യേശുവിൻ്റെ പരീക്ഷയോട് ചേർത്ത് ചിന്തിച്ചാലോ, ഇത്രയും കാര്യങ്ങൾക്ക് ശേഷം നമ്മൾ ഊന്നി പറയുന്ന ആ കാര്യത്തോട് ചേർത്ത് വന്നാലോ, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേകത പറയുന്നു. 1:14 പറയുന്നു, ഓരോരുത്തൻ, അതിൻ്റെ 13-ൻ്റെ അവസാനം, മലയാളത്തിൽ 13-ൻ്റെ അവസാനം, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. ദൈവത്തെ എന്ത് ചെയ്യാൻ ഒക്കുകയില്ല? ദോഷങ്ങളാൽ പരീക്ഷിക്കാനായിട്ട് ഒക്കുകയില്ല. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാണ്. എന്നാൽ മുമ്പേ നമ്മൾ വായിച്ച എബ്രായർ 4:15 അവൻ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിലും ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിലും എന്താ നമ്മൾ കാണുന്നത്? സാത്താൻ അവൻ്റെ അടുത്ത് വന്ന് അവനെ പരീക്ഷിച്ചു എന്നാണ് കാണുന്നത്. സകല പരീക്ഷയും തികച്ച ശേഷം പല മട്ടിൽ പരീക്ഷിച്ചു. അപ്പം തന്നെ മറുവശത്ത് പറയുന്നു, ദൈവത്തെ എന്ത് ചെയ്യാൻ ഒക്കുകയില്ല? പരീക്ഷിക്കാനായിട്ട് ഒക്കുകയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യത്വം ഒരു വശത്ത്, ദൈവത്വം മറുവശത്ത്. ചിലപ്പോൾ ഇത് ഏതെങ്കിലും ഒന്നിൽ നിന്ന് പ്രതികരിക്കുമ്പോൾ നമ്മൾ തെറ്റിപ്പോകരുത്. നമ്മുടെ സഭയിൽ തന്നെ ചെറുപ്പക്കാരായ അല്ലെങ്കിൽ യുവാക്കളായ ആളുകൾ വന്ന് ഇതിലേതെങ്കിലും ഒരു വാക്യമെടുത്ത് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് എന്താ അത് വിശദീകരിക്കാൻ ഒക്കുന്നത്? കുഞ്ഞേ, അതൊരു വശമല്ല നോക്കേണ്ടത്, അതിൻ്റെ ടോട്ടാലിറ്റിയിൽ, സമഗ്രതയിലാണ് നോക്കേണ്ടത്. യേശു എന്ന് പറയുന്നത് നമ്മുടേതുപോലെ ഒരു വ്യക്തിത്വമായിരുന്നില്ല. നമ്മളാ. എന്നാൽ യേശു പൂർണ്ണ ദൈവവുമായിരുന്നു, പൂർണ്ണ മനുഷ്യനുമായിരുന്നു. ഇത് ഏതെങ്കിലും ഒരു ഘടകം പ്രവർത്തിക്കുമ്പോൾ മറ്റേ ഘടകം ചിലപ്പോൾ നിശബ്ദത പാലിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അവർക്ക് സാവധാനത്തിൽ സൗമ്യതയോടെ പറഞ്ഞു കൊടുക്കണം. ഞാൻ നേരത്തെ ഒരു ചെറുപ്പക്കാരൻ്റെ അനുഭവം പറഞ്ഞല്ലോ. അവന് എന്തുകൊണ്ടാണ് തെറ്റിപ്പോയത്? അവന് ഇതുപോലൊരു സംശയം വന്നു. നമ്മളിപ്പോൾ പറഞ്ഞ അതേ സംശയമാണ്. നല്ല ഗുരു എന്ന് പറയുന്നത് എന്താ എന്ന് ചോദിച്ചപ്പോൾ ഇതിൻ്റെ മറുവശം കാണിച്ചു കൊടുക്കാമായിരുന്നു. സൗമ്യതയുടെ ആത്മാവിൽ നിങ്ങളോട് സംശയം ചോദിക്കുന്നവരോട് എങ്ങനെ വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്? സൗമ്യതയുടെ ആത്മാവ്, അതൊരു വളരെ പ്രധാന ഘടകമാണ്. അല്ലാതെ ഏതാണ്ട് നമ്മൾ വടിയെടുത്ത ഒരു സാറിനെ പോലെ നമ്മൾ അങ്ങനെയല്ല. സൗമ്യതയുടെ ആത്മാവിലാണ് നമ്മൾ ഈ കാര്യങ്ങൾക്കെല്ലാം പ്രതിവാദവും ഈ കാര്യങ്ങളും വേണ്ടത്. കാരണം നമ്മുടെ ഒരു സീലല്ല ഈ കാര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളെപ്പോഴും ഈ കടിഞ്ഞാൻ കയ്യിൽ എന്തുകൊണ്ടാണ്? നമ്മുടെ വിചാരം നമ്മളിപ്പോൾ ഇത് പറഞ്ഞ് ശരിയാക്കിയില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും എന്നാ വിചാരിക്കുന്നത്. നമ്മൾ ആ സമയത്ത് ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ കയറിയിരിക്കുന്ന പോലെ. എന്നാൽ നമ്മൾ വല്ലതും നമ്മൾ പറഞ്ഞുകൊണ്ട് ആരെയും നന്നായിട്ടുണ്ടോ? നിങ്ങൾ തന്നെ ആലോചിക്കും. ഇത്രയും നാൾ നിങ്ങളെ സഭയുടെയൊക്കെ ഉത്തരവാദിത്തങ്ങളിലൊക്കെ ആയിരുന്നു. നിങ്ങളുടെ പറച്ചിലിൻ്റെ പ്രത്യേകത കൊണ്ടോ നിങ്ങളുടെ ഇടപെടൽ കൊണ്ടോ ഒരാളെയും നന്നായിട്ടുണ്ടോ? എല്ലാം ഒടുവിൽ നോക്കുമ്പം എല്ലാം ദൈവത്തിനാലും ദൈവത്തിങ്കിലേക്കും എന്ന് പറയുന്നതേ ഉള്ളൂ. ദൈവം ചിലപ്പോൾ നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങൾ ആളുകളെ സഹായിച്ചിട്ടുണ്ടാവും, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആത്യന്തികമായിട്ട് ദൈവം തന്നെ ഒരുവന് ഉള്ളിലൊരു ബോധ്യം കൊടുത്താലേ അവന് നിലനിൽക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മളോടൊരാൾ സംശയം ചോദിച്ചാൽ ഇതാണ് ലോകാവസാനം എന്നുള്ള മട്ടിൽ നമ്മളിതിൻ്റെ കടിഞ്ഞാൻ കയ്യിലേന്തി ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ കയറി ഇരുന്ന് സംസാരിക്കാനായിട്ട് പോകരുത്. നമ്മൾ വളരെ വിനയത്തോടെയും വളരെ സൗമ്യതയോടെയും നമുക്ക് നിന്നാലേ നമുക്ക് ആളുകളെ സഹായിക്കാനായിട്ട് കഴിയുള്ളൂ. നമ്മൾ അപ്പോൾ പറഞ്ഞു വന്നതിനെ നമുക്കിങ്ങനെ പറയാം. ഒരു പ്രകൃതം ചെയ്യുന്നത് മറ്റേ പ്രകൃതം ചെയ്യാതിരിക്കുന്നു. എന്നാൽ പലപ്പോഴും വേറൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ ഒരൊറ്റ വ്യക്തിയിലായിരിക്കുമ്പം നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ഒരു സംശയമാണ്. നമുക്കൊരു വാക്യം നോക്കാം. 1 കൊരിന്ത്യർ 15:3. 1 കൊരിന്ത്യർ 15:3 ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചടക്കപ്പെട്ടു. നമ്മളൊന്ന് നിൽക്കണേ. നേരത്തെ നമ്മളൊന്ന് പറഞ്ഞു, ക്രിസ്തു എന്നുള്ള ആ പദം യേശുവിൻ്റെ ദൈവത്വത്തെ കാണിക്കുന്ന ഒരു കാര്യമാണ്. സത്യത്തിൽ ഈ വാക്യം എങ്ങനെയാണ് വേണ്ടത്? യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു എന്നല്ലേ വേണ്ടത്? അതിനു പകരം
മറ്റേ ആളത്വത്തെയാണ് ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞിരിക്കുന്നത്. ബൈബിളിൽ ചില രംഗങ്ങളിൽ ഈ നിലയിലുള്ളത് ഒരു ആളത്വം ചെയ്യുന്നത് മറ്റേ ആളത്വം ചെയ്യുന്നതായിട്ടോ രണ്ടുപേരും ചേർന്ന് ചെയ്യുന്നതായിട്ടോ ചിലയിടത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിനെ ആ കോണ്ടസ്റ്റ് വെച്ച് നമ്മളതിൻ്റെ ടോട്ടാലിറ്റിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കി തിരിച്ചറിയുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഇത് സംശയമല്ലേ, ഒരു കുഞ്ഞു വന്ന് ചോദിക്കുക, ക്രിസ്തു എങ്ങനെയാണ് മരിക്കാൻ ഒക്കുന്നത്? ക്രിസ്തു നമ്മുടെ യേശു എന്നല്ലേ? യേശുവാണ്. യേശു ആയിരിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവാണ്. ഇവിടെ ആദ്യത്തെ മനുഷ്യത്വം എന്നുള്ളതിനെ അവിടെ പറയാതെ, ആ പ്രകൃതത്തിലാണ് ആ മരണം നടന്നതെങ്കിലും ആ പ്രകൃതം അവിടെ പറയാതെ മറ്റേ പ്രകൃതം ചെയ്തതുപോലോ അല്ലെങ്കിൽ രണ്ട് പ്രകൃതം കൂടി ചെയ്തതുപോലോ ഇവിടെ പറയുന്നത് കൊണ്ടാണ് പലപ്പോഴും സംശയമുണ്ടാകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെയും ലോകത്തെ വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുന്നു. മുമ്പേ നമ്മൾ മത്തായി 28:20 എന്ന വാക്യത്തിന് എതിരായിട്ട് നമുക്ക് പറയാവുന്ന മറ്റൊരു കാര്യമാണ്. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ പറയുന്നത് ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെയും ലോകത്തെ വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുന്നു. ഇത് ആരാ ചെയ്യുന്നത്? യേശുവാ ചെയ്യുന്നത്. മറ്റേതോ, അതായത് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറയുന്ന ആ കാര്യം മത്തായി 28:20, അതാരാ പറയേണ്ടത്? അത് യേശു അല്ല പറയേണ്ടത്, ക്രിസ്തുവാണ് പറയേണ്ടത് അല്ലേ? പക്ഷെ അവിടെ ആര് പറഞ്ഞതായിട്ടാണ് പറഞ്ഞേക്കുന്നത്? അവിടെ യേശു പറഞ്ഞതായിട്ട് തന്നെയല്ലേ നമ്മൾ ആ ഭാഗത്ത് നിന്ന് വായിക്കുന്നത്. നമ്മൾ 28:20 യേശു പോകാൻ നേരത്ത് യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. യേശു അടുത്ത് ചെന്ന്, അതിൻ്റെ 18 കൊണ്ടോ, യേശു ക്രിസ്തു എന്നല്ല, യേശു അടുത്ത് ചെന്ന് ഇട്ട് പറയുന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറയുന്നത് യേശുവിൻ്റെ ഏത് ഘടകമാണ്? ദൈവത്വം എന്നുള്ള പ്രകൃതമാണ് അവിടെ പറയുന്നത്. പക്ഷേ ദൈവത്വം എന്നുള്ള പ്രകൃതത്തെക്കുറിച്ചല്ല യേശു പറഞ്ഞതായിട്ടാണ്, മനുഷ്യത്വം പറഞ്ഞതായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. 16 നമ്മൾ വായിച്ച യോഹന്നാൻ 16:28 ഞാൻ പോകുന്നു, പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നു, ഈ കാര്യങ്ങൾ തികച്ചു, ഇനി ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നു. ആ പറഞ്ഞത് യേശു തൻ്റെ മനുഷ്യത്വത്തിൽ താൻ പറഞ്ഞതാ. അവിടെ എന്ത് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? യേശു എന്ന് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏത് യേശു? ഇവിടെ മത്തായി സുവിശേഷം 28:20 ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ യേശു എന്ന് പറഞ്ഞ അതേ വാക്ക് തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടിടത്തും ഒന്ന് തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ കൺഫ്യൂസ്ഡായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതിനെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടത്. ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടോ പ്രിയപ്പെട്ടവർ? നമ്മൾ ഒരാളത്വം ചെയ്യുന്നത് മറ്റൊരാളത്വം ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ രണ്ടുപേരും ചേർന്ന് ചെയ്യുന്നതായിട്ടോ പലപ്പോഴും വന്നു പോകാം. യേശു ക്രിസ്തുവിനുള്ള ചില നാമങ്ങൾ, ചില പേരുകളും ഈ നിലയിൽ ചിലപ്പം ഒറ്റ വായനയിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്നതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പം അവിടെ കണ്ടോ, അവിടെ ഈ ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. എന്താ ഈ ദൂതൻ സുവിശേഷിക്കുന്നത്? യേശു പുൽക്കൂട്ടി ജനിച്ച കാര്യമായി പറയാൻ വരുന്നത്. യേശു പുൽക്കൂട്ടി ജനിച്ച കാര്യം പറയാൻ വന്ന ദൂതൻ്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ, നമ്മളെല്ലാം തിയോളജി എല്ലാം അറിയുന്ന നമ്മളാണ് അവിടെ ചെല്ലുന്നതെങ്കിൽ നമ്മളെന്തോ പറയും? ഇപ്പോൾ ഈ ദൂതനായിട്ട് ഞാൻ ചെല്ലുന്നല്ലോ, ഇവരോട് പറയണമല്ലോ, ഈ ഇടയന്മാരോട് എന്തുവാ നമ്മൾ വളരെ ഒരു തെറ്റുമില്ലാതെ ഭംഗിയായിട്ട് എന്തുവാ പറയേണ്ടത്? ആര് ജനിച്ചു എന്നാണ് പറയേണ്ടത്? പുൽക്കൂട്ടിൽ യേശു ജനിച്ചു. ജനനം മനുഷ്യത്വത്തെയാണല്ലോ കാണിക്കുന്നത്. ക്രിസ്തു അവിടെ ജനിക്കാൻ ഒക്കുമോ? ക്രിസ്തു എന്നുള്ള വാക്ക് എന്തിനെ കാണിക്കുന്നു? അത് ദൈവത്വത്തെ കാണിക്കുന്ന. ദൈവം ഇവിടെ വെച്ചാണോ ജനിച്ചത്? ആദിയിൽ വചനമുണ്ടായിരുന്നു. അപ്പം നോക്കുക,
ഈ കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് പറയേണ്ടത് എന്താ? ഇവിടെ കർത്താവായ ക്രിസ്തു, കർത്താവ് എന്ന് പറയുന്ന ആ വാക്ക് നമ്മൾ നേരത്തെ ആ കാര്യം പറഞ്ഞു. കർത്താവ് എന്ന് പറയുന്ന ലോർഡ്, ക്രിസ്തു, ഇതെല്ലാം ദൈവത്വത്തെ കാണിക്കുന്ന രക്ഷിതാവ്, ഈ കാര്യങ്ങളെല്ലാം ദൈവത്വത്തെ കാണിക്കുന്ന ആ വാക്കുകളായിരുന്നില്ല നമ്മൾ നോക്കുമ്പോൾ വേണ്ടത്, മറിച്ച് മനുഷ്യത്വത്തെ കാണിക്കുന്നതായിരുന്നു. പക്ഷേ ആ മനുഷ്യത്വത്തിൻ്റെ വാക്കിന് പകരം മറ്റേ ഘടകത്തെ പറയുമ്പം നമ്മൾ ഇതിൽ നിന്ന് തിരിച്ചറിയേണ്ടത് എന്താ? തിരിച്ചറിയേണ്ടത് ഈ നിലയിൽ ചില പേരുകളിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് 2 വാക്യങ്ങളിലൂടെ നോക്കാം. 1 ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 43-ാമത്തെ വാക്യം, അത് എലിസബത്ത് പറയുന്ന ഒരു കാര്യമാണ്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി. അപ്പം മറിയെ എന്താ ഇവിടെ സംബോധന ചെയ്തേക്കുന്നത്? മറിയെ എന്തായിട്ടാണ് പറഞ്ഞേക്കുന്നത്? ദൈവത്തിൻ്റെ അമ്മയെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ കത്തോലിക്കരായ സഹോദരന്മാരൊക്കെ പറയുമ്പോൾ അവർ ഇത് തിരിച്ചറിയാതെ ഈ എൻ്റെ കർത്താവിൻ്റെ മാതാവെന്നല്ലയോ എലിസബത്ത് വരെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താ തെറ്റ്? പക്ഷേ അവരെന്ത് കാണുന്നില്ല? ഈ വ്യക്തതയോടെ കാര്യങ്ങളെ കാണുന്നില്ല. ഒരു നാമം പറയേണ്ടിടത്ത് മറ്റേ നാമം പറയും. അങ്ങനെ ഒരു കാര്യമുണ്ട് എന്നുള്ള കാര്യം അവരത് കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു വാക്യം കൂടെ നമുക്ക് നോക്കാം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. അവരെ ആരെ ക്രൂശിക്കയില്ലായിരുന്നു? ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? അപ്പോൾ ചുരുക്കത്തിൽ ഇവരെ ആരെ ക്രൂശിച്ചെന്നാണ് ഇവിടെ പറയുന്നത്? തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിച്ചെന്ന. തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കാൻ ഒക്കുമോ? ഒക്കുകയല്ലേ. യേശുവിനെയല്ലേ അവർ ക്രൂശിച്ചത്. പക്ഷേ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിച്ചു എന്നാണ്. അപ്പം ഇത് തെറ്റാണോ? തെറ്റല്ല. കാര്യം യേശു എന്ന ആ വ്യക്തിയിൽ ഏതുമുണ്ട്? തേജസ്സിൻ്റെ കർത്താവുമുണ്ട്, ദൈവത്തോടുണ്ട്. ഇവിടെ എഴുതി വന്നപ്പം ഈ പേര് പറയേണ്ടതിന് മറ്റേ പേര് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമ്മളതിനെ അതിൻ്റെ ആ കോണ്ടസ്റ്റിൽ കാര്യങ്ങളെ തിരിച്ചറിയുക വേണ്ടത്. ഈ ഒരു വ്യക്തതയില്ലെങ്കിൽ ബൈബിളിലെ ചില ഭാഗങ്ങൾ നമുക്ക് ഈ രണ്ട് ആളത്വങ്ങളുടെ ഒരൊറ്റയാളിൽ സമ്മേളിച്ചിരിക്കുന്നത് കൊണ്ട് ഇതിനെക്കുറിച്ച് ഈ നിലയിലൊരു തിരിച്ചറിവില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വിഷമത്തിലായി പോകാം. ചിലപ്പോൾ ചെറുപ്പക്കാരാരെങ്കിലും വന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് വേണ്ടതുപോലെ പറയാൻ കഴിഞ്ഞില്ല എന്ന് വരാം. ഇതെല്ലാം വളരെ സാവകാശത്തിലും സൗമ്യതയിലുമേ നമുക്ക് പറയാനായിട്ട് കഴിയുള്ളൂ. ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടെ നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിനോട് ചേർത്ത് വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇതിനെന്തെങ്കിലും ഒരു തരംതിരിവ്, എന്തെങ്കിലും നമുക്കൊരു മാനദണ്ഡം വയ്ക്കാൻ ഒക്കുമോ എന്ന് ഞാനൊന്ന് ചിന്തിച്ചതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ബോധ്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് യേശുക്രിസ്തുവിൽ ദൈവത്വവും ഉണ്ടായിരുന്നു, മനുഷ്യത്വവും ഉണ്ടായിരുന്നു. പക്ഷേ യേശു മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് തൻ്റെ ദൈവത്വത്തിൽ നിന്ന് പലപ്പോഴും പ്രവർത്തിച്ചു. എന്നാൽ തൻ്റെ തന്നെ ആവശ്യത്തിന് ഒരിക്കൽ പോലും ദൈവത്വത്തെ ഉപയോഗിക്കാതെ മനുഷ്യത്വത്തിലെ ആ പരിമിതിക്കകത്ത് യേശു എപ്പോഴും നിന്നു. നമ്മൾ ആ കാര്യം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, വെള്ളം വീഞ്ഞാക്കി. കണ്ടോ, ഏറ്റവും വലിയ അത്ഭുതങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു. രണ്ടും ഭക്ഷണവും കുടിക്കുന്നതും രണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പക്ഷേ അതാർക്ക് വേണ്ടിയാണ് ചെയ്തത്? മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഇവരിത്രയും ദിവസം വന്നിരുന്ന് ഇതെല്ലാം കേട്ടു. ഇവരെ ഇപ്പം ഞാൻ പറഞ്ഞയച്ചാൽ അവരെന്തായി പോകും? വഴിയിൽ തളർന്നു പോകും. അവരോടുള്ള കമ്പാഷനിൽ, ഹി മൂഡ് വിത്ത് കമ്പാഷൻ എന്ന് പറഞ്ഞ് കർത്താവ് ഒരു അത്ഭുതം കാണിച്ചു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. പക്ഷേ ആ അത്ഭുതത്തിന് പിന്നിൽ മറ്റുള്ളവരായിരുന്നു തനിക്ക് പ്രശ്നം. എന്നാൽ താന് ഒരു ദിവസം വിശന്നുടനെ ഒരാൾ വന്നൊരു ആലോചന പറഞ്ഞു. എന്താ? അയ്യോ ദേണ്ട കല്ല് കിടക്കുന്നു, അത് വേഗം ഒരു അപ്പമാക്കി അങ്ങ് തിന്നാട്ടെ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാനിരിക്കുന്നത് നിനക്കിത് എളുപ്പമല്ലേ? 5000 ഒന്നും വേണ്ട,
നീ ഈ കല്ലങ്ങ് അപ്പമാക്കി നീ അങ്ങ് തിന്നാൽ പോരെ. യേശു പക്ഷേ അത് ചെയ്തോ? എന്തുകൊണ്ട് ചെയ്തില്ല? അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ തൻ്റെ ദൈവത്വത്തെ, തൻ്റെ മനുഷ്യത്വത്തെ പോഷിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചു എന്ന കാര്യം വന്നേനെ. നമ്മൾ ഈ കാര്യത്തെ ശ്രദ്ധിച്ച് നോക്കുക. യേശുവിന് വിശന്നപ്പോൾ, യേശുവിന് ദാഹിച്ചപ്പോൾ യേശു ഒരു അത്ഭുതം ചെയ്തില്ല. താന് പനി ബാധിച്ച ശിമോൻ പത്രോസിൻ്റെ അമ്മായിയമ്മ വീട്ടിൽ ചെന്നപ്പം അവർ പനിയായിരുന്നപ്പം ആ പനിയെ ശാസിച്ച് അവളെ സൗഖ്യമാക്കി. പക്ഷവാതക്കാരനെ സൗഖ്യമാക്കി. രക്തസ്രവക്കാരി സ്ത്രീയെ അവളെ സൗഖ്യമാക്കി. പക്ഷേ ഈ രക്തസ്രവമാകട്ടെ, പക്ഷവാതമാകട്ടെ, പനിയാകട്ടെ ആളുകളുടെ ശക്തിയെ ചോർത്തിക്കളയുന്നതാണല്ലോ, അവരെ ക്ഷീണിപ്പിക്കുന്നതാണല്ലോ. ഇവരെ എല്ലാം സൗഖ്യമാക്കിയ യേശു എന്തോ ചെയ്തു? യോഹന്നാൻ 4:6 നമ്മൾ നേരത്തെ വായിച്ചു. യേശു വഴി നടന്ന് ക്ഷീണിച്ചു. ഉടനെ തൻ്റെ ദൈവത്വത്തിൽ തൻ്റെ ക്ഷീണത്തെ മാറ്റി തനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാഞ്ഞത് എന്താ? പക്ഷവാതക്കാരനെ സൗഖ്യമാക്കുന്നതിനേക്കാൾ, രക്തസ്രവക്കാരി സ്ത്രീയെ സൗഖ്യമാക്കുന്നതിനേക്കാൾ എളുപ്പമല്ലായിരുന്നു? ഒരുപക്ഷെ എളുപ്പമായിരുന്നു. പക്ഷേ യേശു എന്ത് ചെയ്തില്ല? തൻ്റെ അത്ഭുത ശക്തിയൊന്നും തനിക്ക് വേണ്ടി ഉപയോഗിച്ചില്ല. കാറ്റിനെയും കടലിനെയും ശാസിച്ചു. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഒരു ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യമാണ്. ദൈവത്വത്തിന് ചെയ്യാനേ കഴിയുള്ളൂ എന്ന് നമ്മൾ സങ്കീർത്തനങ്ങളിൽ നിന്ന് ചില രംഗങ്ങൾ എടുത്ത് വായിച്ചു. കാറ്റിനെയും കടലിനെയും ശാസിച്ചു. പക്ഷേ കർത്താവ് എന്ത് ചെയ്തില്ല? കർത്താവ് തൻ്റെ തന്നെ ഒരാവശ്യത്തിന് കാറ്റിനെയോ കടലിനെയോ ശാസിക്കുകയോ അതിൻ്റെ മേലെ ഒരു അത്ഭുതം കാണിക്കുകയോ ചെയ്തില്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പറയും, യേശു കടലിന്മീതെ നടന്നു ചെന്നല്ലോ. യേശു ഒറ്റയ്ക്കല്ലേ നടന്നത്? ശിഷ്യന്മാരാരും കൂടില്ലായിരുന്നല്ലോ. യേശു ഒറ്റയ്ക്ക് കടലിന്മീതെ നടന്നു ചെന്നു, ഒരത്ഭുതം കാണിച്ചു. പക്ഷേ ആ അത്ഭുതം ആർക്ക് വേണ്ടിയായിരുന്നു? ആകെ പരിഭ്രാന്തരായ ഈ ശിഷ്യന്മാരെ സമാധാനപ്പെടുത്താൻ വേണ്ടിയായിരുന്നു താൻ അത് ചെയ്തത്. യേശു അതുപോലെ തന്നെ താനായിട്ട് തന്നെ ചെയ്ത വേറൊരു അത്ഭുതം നമ്മൾ ഓർക്കാം. അടച്ചിട്ട മുറിക്കുള്ളിൽ യേശു പ്രവേശിച്ചു. പക്ഷേ അതെന്തിനു വേണ്ടിയായിരുന്നു? പുനരുത്ഥാനം ചെയ്ത കർത്താവിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അവരെ വാതിലടച്ചിട്ടിരിക്കെ, ശത്രുക്കളെ പേടിച്ച് വാതിലടച്ചിരിക്കെ, ഭയപ്പെട്ടിരിക്കെ യേശു അവരുടെ മധ്യത്തിൽ വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അതും തനിക്ക് ഈ വാതിലിന് അപ്പുറത്ത് കടക്കാൻ തൻ്റെ ഒരു ശക്തി ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമാണോ? ആരായിരുന്നു അവിടുത്തെ ഫോക്കസ്? ആരായിരുന്നു? ഈ പാവപ്പെട്ട, നിരാശരായ, ദുഃഖിതരായ, ഭീരുക്കളായ ഈ ആളുകൾക്ക് സമാധാനം കൊടുക്കുക. ആ ഒരു കാര്യത്തിനായിട്ടാണ് താനായി തന്നെ ചെയ്ത ഒരു അത്ഭുതം പോലെ നമുക്ക് തോന്നുന്ന ഈ കാര്യവും യേശു ചെയ്തത്. അപ്പം യേശു ചെയ്ത അത്ഭുതങ്ങളെ ഓരോന്നായിട്ട് നമ്മൾ എടുത്ത് നോക്കുക. യേശു മരിച്ചവരെ ഉയർപ്പിച്ചു. താൻ തോളിൽ തല ചായ്ച്ച് മരിച്ചു. മരിച്ചവരെ ഉയർപ്പിച്ച അവന് മരിക്കേണ്ട ആ കാര്യമുണ്ടോ? അത്ഭുതം കാണിക്കാമായിരുന്നില്ലേ? ഒരു വശത്ത് മരിച്ചവരെ ഉയർപ്പിച്ചു, മറുവശത്ത് അവൻ പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരത്തിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ മരിച്ചു. രണ്ടും വേറൊരു രംഗത്ത് മരിച്ചു 3 നാളായ ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചു. ലാസറിനെ ഉയർപ്പിച്ചത് എന്തിനാ? ആ രംഗത്ത് ദൈവനാമം മഹത്വപ്പെടാനും ഒക്കെയാണ്. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം. എന്നാൽ മരിച്ചു 3 ദിവസം കഴിഞ്ഞാണ് യേശു ഉയർത്തത്. ആ ഉയർത്തത് യേശു ചെയ്ത അത്ഭുതമായിട്ടാണോ രേഖപ്പെടുത്തിയിരിക്കുന്നത്? നമ്മൾ പത്രോസ് ഈ രംഗത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്ന പ്രസംഗത്തിൽ ആ കാര്യം പറയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം, അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല, അവൻ്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം മുമ്പ് കൂട്ടി പ്രസ്താവിച്ചു. ഈ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. യേശുവിൻ്റെ ഉയർപ്പ്, മരിച്ചു 3 നാളായ ലാസറിനെ ആരുയർപ്പിച്ചു? യേശു ഉയർപ്പിച്ചു. മരിച്ചു 3 നാൾ കഴിഞ്ഞപ്പം പുനരുത്ഥാനത്തിൻ്റെ സമയത്ത് യേശുവിനെ ഉയർപ്പിച്ചു? ദൈവം ഉയർപ്പിച്ചു. തൻ്റെ ഉയർപ്പ് പോലും താൻ കാണിച്ച ഒരു അത്ഭുതമല്ല. തൻ്റെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ നോക്കുക, ആരായിരുന്നു?
തനിക്ക് വേണ്ടി ഈ കാര്യങ്ങളൊന്നും ചെയ്തില്ല. അത് മുമ്പേ നമ്മൾ പറഞ്ഞു കല്ലിനെ അപ്പമാക്കിയില്ല. തനിക്ക് വിശന്നപ്പം താൻ പിശാച് അങ്ങനെ അഭിപ്രായം പറഞ്ഞെങ്കിലും താൻ അത് ചെയ്തില്ല. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കാണിക്കുന്നത്, ഇതിനെ നമുക്കെല്ലാം കൂടെ ഇങ്ങനെ ക്രോഡീകരിച്ച് ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയും, താൻ തനിക്കായിട്ട് തന്നെ താൻ കടന്നു പോകേണ്ട ഒരു മനുഷ്യത്വത്തിൽ കടന്നു പോകേണ്ട ഒരു കാര്യത്തെ ദൈവത്വം കൊണ്ട് അതിനെ മറികടക്കാൻ യേശു ശ്രമിച്ചില്ല. ഇത് ഞാൻ ഇത്രയും ഊന്നി എന്തിനായി പറയുന്നതെന്ന് വെച്ചാൽ, എബ്രായർ 4:15 ഞാൻ പിന്നെയും ഈ വരുന്നത്. എന്താ? യേശു സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു. യേശു പരീക്ഷിക്കപ്പെട്ടത്, യേശു മനുഷ്യത്വത്തിൽ ആണല്ലോ യേശു പരീക്ഷിക്കപ്പെട്ടത്, പ്രലോഭിക്കപ്പെട്ടപ്പം യേശു ആ പ്രലോഭനത്തെ, നമ്മൾ ഇത്രയും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് കാണാൻ കഴിയും? യേശു അതിൻ്റെ എല്ലാം മേൽ, ആ പ്രലോഭനങ്ങളുടെ എല്ലാം മേൽ, പിശാച് കൊണ്ടുവന്ന ഓരോ പരീക്ഷയുടെയും മേൽ ജയം നേടിയത് ഒരിക്കലും തൻ്റെ ദൈവത്വത്തിലല്ല, മനുഷ്യത്വത്തിൽ തന്നെയാണ്. മനുഷ്യത്വത്തിൽ അതിൻ്റെ മേൽ ജയം നേടുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തുണ്ട്? അതിൻ്റെ പിന്നിൽ ഒരു വിഷമം, ഒരു ഖേദം, അതിൻ്റെ പിന്നിൽ ഒരു വടംവലി തനിക്കറിയാതിരിക്കാൻ ഒക്കുകയില്ല. ചില ആളുകൾ ഇന്ന് പറയില്ലേ, യേശു, നമ്മൾ ഈ കാര്യം തന്നെ പറയുന്നു, യേശു നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു, എങ്കിലും താൻ പാപം ചെയ്തില്ല. നമുക്കും അങ്ങനെ യേശുവിനെ പോലെ ജീവിക്കാമെന്ന് പറയുമ്പോൾ ഇന്ന് പലരും പറയുന്നത് എന്താ? യേശു ആരാ? ദൈവമല്ലേ, നമുക്കങ്ങനെ ജീവിക്കാനൊക്കുമോ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഇതാ: യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. താനായി തന്നെ കടന്നു പോകേണ്ട കാര്യത്തിൻ്റെ മേൽ ദൈവത്വം എന്നുള്ള ആ അവകാശം ഉപയോഗിക്കാതാണ് താൻ വന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം, തനിക്ക് വിശന്നു, പക്ഷേ താൻ കല്ലിനെ അപ്പമാക്കിയില്ല. അതേസമയം മറ്റുള്ളവർക്ക് വിശന്നപ്പം അവർക്ക് അപ്പത്തെ വർദ്ധിപ്പിച്ചു കൊടുത്തു. എത്രയോ രംഗങ്ങൾ. യേശു മരിച്ചാളിനെ ഉയർപ്പിച്ചു, പക്ഷേ താൻ തന്നെ മരിച്ചു. തനിക്കായിട്ട് താൻ ഒരു അത്ഭുതം ചെയ്തില്ല. ഹീസ് എ മാൻ ഫോർ അതേഴ്സ് എന്ന് ഡിട്രിച്ച് ബോൺഹോഫർ പറഞ്ഞതാണ് ശരി. ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ രക്തസാക്ഷിയായി കൊല്ലപ്പെട്ട ഡിട്രിച്ച് ബോൺഹോഫർ, അദ്ദേഹം ഒരു എപ്പിസ്കോപ്പൽ സഭയിലെ ഒരച്ഛനായിരുന്നു, പക്ഷേ കർത്താവിനെ അറിയുന്ന ഒരാളായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, യേശുവിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു സെൻറ്റൻസ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞ സെൻറ്റൻസ്, ഹീസ് എ മാൻ ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു മനുഷ്യൻ, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള അല്ലേ. തനിക്ക് ഈ കഴിവെല്ലാം ഉണ്ടായിരുന്നു. ഈ കഴിവെല്ലാം തൻ്റെ കയ്യിൽ വെച്ചോണ്ടാണ്. അതായത് നമുക്കിങ്ങനെ സങ്കല്പിക്കാം, നമ്മുടെ കയ്യിൽ 10,000 രൂപയുണ്ട്. ഈ 10,000 രൂപ നമ്മുടെ കയ്യിലിരിക്കെ നമുക്ക് ദാഹിച്ചിട്ട് ഇതിൽ നിന്ന് ഒരൊറ്റ ചില്ലിക്കാശ് എടുത്ത് ഒരു നാരങ്ങാ വെള്ളം പോലും നമ്മൾ കുടിക്കുന്നില്ല. അതേസമയം വേറൊരാൾക്ക് വേണ്ടി ഈ പൈസ എടുത്ത് ഉപയോഗിക്കാൻ ഒരു മടിയുമില്ല. ഈസ് എ മാൻ ഫോർ അതേഴ്സ്. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഉടനീളം താൻ പുലർത്തിയിരുന്ന ഒരു കാഴ്ചപ്പാട് അതായിരുന്നു, ഒരു നയം അതായിരുന്നു, ഒരു പോളിസി അതായിരുന്നു. ആ പോളിസി വെച്ച് യേശുവിൻ്റെ നേരെ വന്ന പ്രലോഭനങ്ങളെയും നമ്മൾ നോക്കുമ്പം നമ്മൾ എന്താ കണ്ടെത്തേണ്ടത്? ആ പ്രലോഭനങ്ങളുടെ മുമ്പിലും യേശു ദൈവത്വം എന്നൊരു കാര്യം ഉപയോഗിക്കാതെ മനുഷ്യത്വത്തിൽ നിന്നുകൊണ്ടാണ് അവയുടെ മേൽ ജയം നേടിയത്. മനുഷ്യത്വത്തിൽ നിന്ന് ജയം നേടുമ്പോൾ എന്ത് സംഭവിക്കാം? ആ മനുഷ്യത്വത്തിൻ്റെ എല്ലാ വേദനകളിലൂടെയും യേശു കടന്നുപോയി. അല്ലാതെ ഒരു ഈസി വാക്ക് ഓവർ ആയിരുന്നില്ല. താൻ ദൈവമായിരുന്നല്ലോ, എൻ്റെ പുത്രനാണല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സൗജന്യം ചെയ്തു കൊടുത്തിട്ടില്ല. നമുക്കറിയാമല്ലോ ഗത്സമനത്തോട്ടത്തിലെ നിലവിളി. ഗത്സമനത്തോട്ടത്തിൽ കർത്താവ് രക്തം വിയർത്തു. ആ വടംവലിയുടെ ആ ടെൻഷനിൽ ഇത് കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോണം. തൻ്റെ മനുഷ്യത്വത്തിൽ താൻ പറഞ്ഞ ഒരു കാര്യമാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോണം. പക്ഷേ എന്താ ചെയ്യുന്നത്? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ ആ രംഗത്ത് താൻ രക്തം വിയർത്തു. സ്വർഗത്തിൽ നിന്ന് അന്നേരം എന്ത് ചെയ്തു? ഒരു ദൂതനെ അയച്ചു കൊടുത്തു. ഒരു ദൂതനെ ശക്തിപ്പെടുത്താനായിട്ട് അയച്ചു കൊടുത്തു എന്നുള്ളത് ശരിയാണ്. എന്നാൽ ആ രക്തം വിയർക്കണ്ട എന്നുള്ള നിലയിൽ ഒരു ഈസി വാക്ക് ഓവർ കൊടുത്തില്ല. പ്രിയ സഹോദരന്മാരെ, നമുക്കിതല്ലേ കർത്താവിൻ്റെ ജീവിതത്തെ നമ്മൾ സശ്രദ്ധം നോക്കിയാൽ
ഈ കർത്താവിന് നമ്മുടെ വേദന അറിയാതിരിക്കുമോ? ഞാനും നീയും കടന്നു പോകുന്ന പരീക്ഷകളുടെ രംഗങ്ങളിൽ നമ്മൾ നേരിടുന്ന ആ വടംവലി കർത്താവിന് മനസ്സിലാകാതെ പോകുമോ? പോകുകയില്ല. കാര്യം കർത്താവ് തൻ്റെ മനുഷ്യത്വത്തിൽ ഈ കാര്യത്തെ ജയിച്ചവനാണ്. അവൻ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു, പക്ഷേ പാപം ചെയ്തില്ല. ചെയ്യാതിരുന്നതൊരു എളുപ്പമായിരുന്നില്ല, ദൈവത്വത്തിൽ മറികടന്ന ഒരു കാര്യമായിരുന്നില്ല. ആ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനതെല്ലാം ഇങ്ങനെ പറഞ്ഞു വന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഈ രണ്ട് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും, അത് ഒരാളിൽ, ഒരു വ്യക്തിയിൽ ഈ രണ്ട് ഘടകങ്ങൾ ഒന്നിച്ചായിരിക്കുമ്പോൾ അവിടെ പലപ്പോഴും വേറൊരു തരത്തിൽ ഇതിനെ മനസ്സിലാക്കിയില്ലെങ്കിൽ വേറൊരു തരത്തിൽ നമ്മളെ തെറ്റിച്ച് കളയാൻ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ തെറ്റിച്ച് കളയാനായിട്ടൊരു സാധ്യത കിടപ്പുണ്ട്. അത് നമുക്കൊരു വാക്യം വായിച്ച് നമുക്കത് വിശദീകരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 28 വാക്യം, 14-28 വാക്യം. ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ആ ഒരു ഭാഗം പറയാനാണ്. പിതാവ് എന്നേക്കാൾ വലിയവൻ. അപ്പോൾ പിതാവ് എന്നേക്കാൾ വലിയവൻ എന്ന് വെച്ചാൽ ഈ ദൈവത്വവും മനുഷ്യത്വവും ഉണ്ട്. ഇതിൽ ദൈവത്വം വലുതും മനുഷ്യത്വം കുറവുമായിരുന്നു. ഈ വാക്യം വെച്ച് നോക്കിയാൽ എന്താ? പിതാവ് ക്രിസ്തു ഒന്ന് തന്നെയാണല്ലോ. അപ്പം ഇവിടെ പറഞ്ഞേക്കുന്നു പിതാവ് വലുത്, ഞാൻ ചെറുതാന്ന് പറയും. ഈ ഒരു വാക്യത്തോടുള്ള ബന്ധത്തിൽ പലപ്പോഴും ഈ രണ്ട് ഘടകങ്ങൾ ഒന്നിച്ചായിരിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്തത് എന്നുള്ള ഒരു പ്രശ്നം വരുന്നു. പിതാവായിരുന്നോ വലിയവൻ? യേശു കുറവുള്ള ഒരാളായിരുന്നു. പിതാവ് വലിയവനാണെന്ന് സമ്മതിച്ചാൽ എന്താ കുഴപ്പം? നമുക്ക് ഒരു വാക്യം കൂടെ നോക്കിയിട്ട് നമുക്ക് ആ കാര്യം ചർച്ച ചെയ്യാം. നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 26-ന്റെ 63 മുതൽ 65 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ ഒരു കാര്യം കാണാൻ കഴിയും. യേശുവിനെ കുറിച്ച് അവർ പറഞ്ഞ ഏറ്റവും വലിയ ആരോപണം എന്തായിരുന്നു? ഇവൻ തന്നെ പിതാവിന് തുല്യനാക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞ ഏറ്റവും വലിയ ആരോപണം. മത്തായി എഴുതിയ സുവിശേഷം 26-ാമത്തെ അധ്യായം 26-ന്റെ 63 മുതൽ ഇത് നമ്മൾ മുമ്പേ വായിച്ചതാണല്ലോ. അപ്പോൾ ചുരുക്കത്തിൽ അവിടെ എന്താ പറഞ്ഞത്? ഇവൻ ദൈവദൂഷണം പറഞ്ഞു എന്ന് പറയുമ്പം ഇവൻ എന്താണ്? ഇവൻ പിതാവിന് തന്നെ സമനാക്കി തീർത്തു എന്നുള്ളതായിരുന്നു യേശുവിനെ ക്രൂശിക്കാനായിട്ട് അവരവസാനം കണ്ട ആ തുറപ്പുചീട്ട്. അതേസമയം നമ്മൾ വായിച്ച യോഹന്നാൻ്റെ സുവിശേഷം 14-28 പിതാവ് എന്നേക്കാൾ വലിയവനാണെന്ന് പറയുന്നു. ഇവിടെ യേശു തന്നെ പിതാവിന് സമനാക്കുന്നു. ഇത് തമ്മിൽ എങ്ങനെയാണ് ചേർന്ന് പോകുന്നത്? ഇതെന്തിനാണ് നമ്മൾ ഇത്രയേറെ ചിന്തിക്കുന്നത്, തലനാരിഴ കീറി ചിന്തിക്കുന്നത്? ഇതിൻ്റെ അകത്ത് ഒരു കാര്യം കിടപ്പുണ്ട്. അതായത് ഇവിടെ പിതാവ് എന്നേക്കാൾ വലിയവൻ എന്ന് യേശു പറഞ്ഞതൊരു ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻ്റാണോ? ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ യേശു ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ദൈവത്വം ഈ കാര്യങ്ങളെല്ലാം ഭരിച്ച് പിതാവ് എവിടെയുണ്ട്? പിതാവ് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ച് താൻ അവിടെയുണ്ട്. ഈ പ്രവർത്തനത്തിൽ ഭൂമിയിലെ ഒരു രക്ഷാകര ദൗത്യത്തിനായിട്ട് യേശു ഒരു താണസ്ഥാനം സ്വീകരിച്ചു വന്നു എന്നുള്ളത് ശരിയായിരിക്കുമ്പോൾ തന്നെ സാരാംശത്തിൽ പിതാവും പുത്രനും ഒന്ന് തന്നെയാണ്. പക്ഷെ പ്രവർത്തനത്തിൽ എന്തുണ്ട്? പ്രവർത്തനത്തിൽ ചിലപ്പം പിതാവ് വലിയവനും ഞാൻ കുറഞ്ഞ ആളുമാണ്. കാര്യം യേശു എന്ത് ചെയ്തു? യേശു താൻ ഭൂമിയിൽ വന്നപ്പോൾ തന്നെ പരിമിതപ്പെടുത്തി.
30-33 വർഷമേ ജീവിക്കാനൊക്കെ ഉള്ളൂ, ഒരു സ്ഥലത്തെ ജീവിക്കാനൊക്കെ ഉള്ളൂ, മരിക്കും. പിതാവ് അതിനൊക്കെ അതീതനായിട്ട് മുകളിൽ നിൽക്കുന്നു. അപ്പോൾ പിതാവിനേക്കാളും കുറഞ്ഞ ഒരാളായിട്ടാണ് താൻ അവിടെ ആയിരുന്നത്. ഇത് പക്ഷേ അവരുടെ പ്രകൃതത്തിലുള്ള വ്യത്യാസമല്ല, അവരുടെ പ്രവർത്തന രീതിയിലുള്ള വ്യത്യാസമാണ്. ഈ വാക്യം യോഹന്നാൻ്റെ സുവിശേഷം 14:28 വാക്യം നിങ്ങൾ യഹോവ സാക്ഷികളായ സഹോദരന്മാരോട്, സഹോദരന്മാരെന്ന് പറയാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടെ, യഹോവ സാക്ഷികളായ പ്രിയപ്പെട്ടവരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർ സാധാരണ ഉദ്ധരിക്കാറുള്ള ഒരു വാക്യമാണ്. അവരെന്തിനാണ് ഈ വാക്യം ഉദ്ധരിക്കുന്നത്? അവരെ സംബന്ധിച്ചിടത്തോളം, യഹോവ സാക്ഷികളായ സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകെ ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവം ആരാ? പിതാവ്, സർവശക്തനായ പിതാവ്. യേശു ആരാ? ആ പിതാവിൻ്റെ പുത്രന് തന്നേക്കാളും പിതാവിനേക്കാളും താഴെയുള്ള ഒരാളാണ്. അല്ലാതെ എല്ലാ മറ്റ് ക്രിസ്തീയ വിഭാഗങ്ങളും വിശ്വസിക്കുന്നത് പോലെ പിതാവും പുത്രനും സാരാംശത്തിൽ തുല്യരാണ് എന്നവരെ വിശ്വസിക്കുന്നില്ല. അവരത് വിശ്വസിക്കാത്തത് കൊണ്ട് അത് സ്ഥാപിക്കാനായിട്ട് അവർ സാധാരണ എടുക്കുന്ന ഒരു വാക്യമാണ് യോഹന്നാൻ്റെ സുവിശേഷം 14:28. യേശു ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നു, പിതാവ് എന്നേക്കാൾ വലിയവൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിന് നമുക്കുള്ള മറുപടി എന്താ? സ്നേഹിത, യേശു അങ്ങനെ പറഞ്ഞു. ഇവിടെ നിങ്ങൾക്കറിയാമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളായിരിക്കുന്ന ഈ സ്ഥലം, ഈ കുടമാളൂർ, ഇവിടെ യഹോവ സാക്ഷികളുടെ ഒരു വലിയ സെൻ്ററുണ്ട്. വർഷത്തിൽ മിക്കവാറും 1-2 തവണ അവിടുന്ന് സഹോദരിമാർ ഓരോ വീടുകളിലും കയറി, സ്ത്രീകളെ അവരയക്കുന്നത് പൊതുവെ, വീടുകളിൽ കയറി അവരെ ആളുകളോട് സംസാരിക്കാനായിട്ട് വരും. ചിലപ്പോൾ 1-2 സഹോദരിമാർ അവിടെ വരും. അപ്പോൾ ഞാൻ ചോദിക്കും, എവിടുന്നാണ് യഹോവ സാക്ഷി? അപ്പോൾ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഈ പ്രിയപ്പെട്ടവർ ഇവിടെ വരുമ്പം അവർ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താ? അവരെ ഏതിലേക്കാണ് നമ്മളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? പിതാവും പുത്രനും സാരാംശത്തിൽ ഒന്നല്ല, പിതാവ് വലിയവനാണ്, പുത്രൻ അതിനേക്കാൾ കുറഞ്ഞ ആളാണ് എന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ അവർ നേടി. ഇതിന് നമ്മൾ എന്തോ മറുപടി പറയും? ഈ യഹോവ സാക്ഷിയായ ഒരു സഹോദരൻ വന്ന് ഈ വാക്യം യോഹന്നാൻ നമ്മൾ പറഞ്ഞ 14:28 യേശു തന്നെ പറയുന്നു, പിതാവ് എന്നേക്കാൾ വലിയവൻ എന്ന് പറയുന്നല്ലോ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യാൻ ഒക്കുന്നത്? നമുക്ക് അതിനെ ഇങ്ങനെ പറയാം. ഇവിടെ പ്രവർത്തന രീതിയിലെ വ്യത്യാസമാണ്. പ്രവർത്തന രീതിയിൽ ഇവിടെ യേശു ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി വന്നപ്പം താന് ഈ പ്രവർത്തനത്തിന് വേണ്ടി ഒരു സ്ഥാനം സ്വീകരിച്ചെങ്കിലും പ്രകൃതത്തിൽ പിതാവും പുത്രനും തുല്യരാണ്. പ്രവർത്തനത്തിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഒരു വലിപ്പച്ചെറുപ്പമുണ്ടെങ്കിലും പ്രകൃതത്തിൽ പ്രകൃതത്തിൽ വ്യത്യാസമില്ല. 2 കൂട്ടരും ഒന്നാണ്. ഈ യഹോവ സാക്ഷികളായ സഹോദരന്മാർ സ്ഥാപിക്കുന്നത് എന്താ? പ്രവർത്തന രീതിയിലെ വ്യത്യാസം പ്രകൃതത്തിലെ വ്യത്യാസമാണെന്നാണ് ഇവർ സ്ഥാപിക്കാനായിട്ട് പോകുന്നത്. പ്രവർത്തന രീതിയിലുള്ള വ്യത്യാസം പ്രകൃതത്തിലുള്ള വ്യത്യാസത്തെ കാണിക്കുന്നു എന്നാണ് യഹോവ സാക്ഷികളായ സഹോദരന്മാർ സ്ഥാപിക്കാനായിട്ട് പോകുന്നത്. അതാ ഞാൻ പറഞ്ഞത്. യഹോവ സാക്ഷികൾ എഴുതിയ അതിൽ അവർ പറയുന്ന എന്നുള്ളത് അവിടെ എഴുതാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. പ്രവർത്തന രീതിയിലുള്ള വ്യത്യാസം പ്രകൃതത്തിലുള്ള വ്യത്യാസം ഹെഡിങ് ആയിട്ടാകുമ്പോൾ വ്യത്യാസമല്ല എന്നാക്കിക്കൊള്ളുക. അല്ലെങ്കിൽ ഇങ്ങനെയാക്കുക, പ്രവർത്തന രീതിയിലുള്ള വ്യത്യാസം പ്രകൃതത്തിലുള്ള വ്യത്യാസത്തെ കാണിക്കുന്നു എന്ന് യഹോവ സാക്ഷികളായ പ്രിയപ്പെട്ടവർ പറയുന്നു. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെയല്ല. ഈ കാര്യം നമ്മുടെ ഒരു സഹോദരൻ, അമേരിക്കയിലുള്ള ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം ഇതിലേ വന്നു. കഴിഞ്ഞ ദിവസമല്ല, കുറച്ച് നാൾ മുമ്പ് ഇതിലേ വന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ബ്രദറെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അദ്ദേഹം പറഞ്ഞു, യാത്രയൊക്കെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, എൻ്റെ അടുത്തൊരു പെങ്കൊച്ചിരിപ്പുണ്ടായിരുന്നു, അതായിരുന്നു പ്രശ്നമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അതെന്നാ പ്രശ്നം? അവൾ യഹോവ സാക്ഷിയായിരുന്നു, അവിടുന്ന് ഇവിടെ വരെ എന്നോട് ഈ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് നല്ലതാണല്ലോ, യഹോവ സാക്ഷികളായ സഹോദരങ്ങൾ എന്തുവാ പറയുന്നതെന്ന് ബ്രദറിന് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. അപ്പോൾ പറഞ്ഞു, അവൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനും എനിക്കറിയാവുന്നതൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ നെറ്റിലൊക്കെ പോയി ചില കാര്യങ്ങളെല്ലാം നോക്കി പഠിച്ച് ഇപ്പം വേണമെങ്കിൽ ഒരു യഹോവ സാക്ഷിയോട് സംസാരിക്കത്തക്കവണ്ണമുള്ള എക്വിപ്ഡ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബ്രദറെ
കയ്യോടെ ഒരു ലേഖനം എഴുതി ജീവമൊഴിക്കുക എന്ന് പറഞ്ഞു. ആ ലേഖനം ഈ വരുന്ന ജീവമൊഴിയിൽ പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ അമേരിക്കയിലുള്ള ബിനോയ് ജെയിംസ് എന്ന് പറഞ്ഞ സഹോദരനാണ്. അപ്പോൾ ആ ബ്രദർ ഈ കാര്യം ഇത് ഞാൻ എൻ്റെ പരിമിതമായ പറച്ചിൽ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ലേഖനം നിങ്ങൾ വായിക്കണം. തൃത്വോപദേശം യുക്തിസഹം എന്ന് പറഞ്ഞ് നമ്മൾ ഈ മാർച്ച് ലക്കത്തിൽ ബിനോയ് ജെയിംസിൻ്റേതായിട്ട് ഒരു ലേഖനം കൊടുത്തിട്ടുണ്ട്. അവിടെ ആ ബ്രദർ ഈ പോയിൻ്റ് ഊന്നി സ്ഥാപിക്കുന്നുണ്ട്. ഇതാണ് അദ്ദേഹം ഒരു മനോഹരമായ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണം, ജായ്ക്കെന്നും ആൻഡ്രൂന്നും രണ്ട് പേര്. ജായ്ക്ക് ഒരു കമ്പനിയിൽ ഒരു കമ്പനിയിൽ ഒരു തൊഴിലാളിയാണ്. ആൻഡ്രൂ അവിടുത്തെ മാനേജരാണ്. അതുകൊണ്ട് ജായ്ക്ക് എന്തോ ചെയ്യും, ജായ്ക്ക് എന്നും ചെന്ന് ആൻഡ്രൂവിനോട് തൻ്റെ ജോലി സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യും. ആൻഡ്രൂ എന്തോ ചെയ്യും, ജായ്ക്കിനോട് ഇന്നതൊക്കെ ചെയ്യുമെന്ന് പറയും. അപ്പം അത്രയും മനസ്സിലായി. ഈ കൂട്ടത്തിൽ ആരാ വലുത്, ആരാ ചെറുത്? മാനേജരാണല്ലോ എപ്പോഴും വലുത്. ആൻഡ്രൂ വലുത്, ജായ്ക്ക് ചെറുതാ. പക്ഷേ ആൻഡ്രൂവും ജായ്ക്കും പ്രവർത്തന രീതിയിലുള്ള അവരുടെ വ്യത്യാസം അവരെ ഒരാളെ ചെറിയ മനുഷ്യനും മറ്റേയാളെ വലിയ മനുഷ്യനും ആക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ, മനുഷ്യത്വത്തിൽ രണ്ടുപേരും ഒന്ന് തന്നെയല്ലേ? പ്രവർത്തനത്തിൽ ഒരാൾ മാനേജരും മറ്റേയാൾ തൊഴിലാളിയുമാണ്, കീഴ്ജീവനക്കാരനുമാണ്. പക്ഷേ സാരാംശത്തിൽ രണ്ടുപേരും മനുഷ്യരാ. ആൻഡ്രൂ ഏതാണ്ട് കൂടിയ മനുഷ്യനും ജായ്ക്ക് ഏതാണ്ട് കുറഞ്ഞ മനുഷ്യനുമല്ല. ഈ സമൂഹത്തിലെ ആളുകളുടെ ദൃഷ്ടിയിൽ അങ്ങനെ ആയിരിക്കും. പക്ഷെ മനുഷ്യൻ എന്നൊരു ഘടകം വെച്ച് നോക്കിയാൽ രണ്ടുപേരും മനുഷ്യരാ. അവരുടെ പ്രകൃതം, മനുഷ്യപ്രകൃതം, രണ്ടുപേരുടെ പ്രകൃതവും തുല്യമാണ്. പക്ഷെ അവരുടെ പ്രവർത്തന രീതിയിലൊരു വ്യത്യാസമുണ്ട്. പ്രവർത്തന രീതിയിലെ വ്യത്യാസം എന്തല്ല, പ്രകൃതത്തിലെ വ്യത്യാസമല്ല. ഇവിടെ യേശു പറയുന്നു, പിതാവ് എന്നേക്കാൾ വലിയവൻ. പ്രവർത്തനം സംബന്ധിച്ച് ഞാനിവിടെ ഒരു കുറഞ്ഞ കാലഘട്ടത്തിൽ ഒരു ചെറിയ കാര്യമല്ല, ഒരു രക്ഷണീയ പ്രവൃത്തി മനുഷ്യരോടുള്ള ബന്ധത്തിൽ ചെയ്തു തീർക്കാൻ ഞാൻ പരിമിതപ്പെട്ടു വന്നു. ഞാനൊരു കുറഞ്ഞ കാര്യം ചെയ്യുന്നു. പിതാവ് എന്നേക്കാൾ വലിയവൻ, അവന് വലിയ കാര്യം ചെയ്യുന്നു. പക്ഷേ ഇത് പ്രവർത്തനത്തിലുള്ള വ്യത്യാസമാണ്. ഈ പ്രവർത്തനത്തിലുള്ള വ്യത്യാസം ഞങ്ങൾ തമ്മിലുള്ള പ്രകൃതത്തിലുള്ള വ്യത്യാസമായിട്ട് കാണണ്ട എന്നല്ലേ യേശു പറയുന്നത്. യഹോവ സാക്ഷികളായ സഹോദരന്മാർ പറയുന്നത്, ഈ പ്രവർത്തന രീതിയിലെ വ്യത്യാസം വെച്ചിട്ട് പ്രകൃതത്തിലും വ്യത്യാസമുണ്ടെന്നാണ് അവർ പറയുന്നത്. ഈ ഒരു കാര്യവും നമ്മൾ പിതാവും പുത്രനും എന്നുള്ള കാര്യം, രണ്ട് ഘടകങ്ങൾ അല്ലെങ്കിൽ ദൈവത്വം മനുഷ്യത്വം, ഈ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ ഈ കാര്യവും ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നും. അതുപോലെ തന്നെ യഹോവ സാക്ഷികളായ പ്രിയപ്പെട്ടവർ പറയാറുള്ള ഒരു കാര്യം എന്താ, അവർ വരുമ്പോൾ അവർ പറയുന്നത് വളരെ യുക്തിസഹമായിട്ട് തോന്നും. അതായത് പിതാവ്, പുത്രനെ, പരിശുദ്ധാത്മാവ്, ഈ മൂന്നാളത്വങ്ങളാണ്. ഈ മൂന്നാളത്വങ്ങൾ ഒരു വ്യക്തിയിലായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇത് വല്ലതും നടക്കുന്ന കാര്യമാണ്? ഇതെല്ലാം ചുമ്മാതെ ഏതാണ്ടോ കടങ്കഥയാണോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മളൊരു അത് ശരിയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. എന്നാൽ ഇതിനുള്ള മറുപടി എന്താ? തൃത്വോപദേശം. ഈ കാര്യത്തെ നമുക്ക് എങ്ങനെ അതിനെ ന്യായീകരിക്കാനായിട്ട് കഴിയും? അല്ലെ, ഈ സഹോദരന്മാരുടെ മുമ്പിൽ നമുക്ക് എങ്ങനെയാണ് ഇതിനെ വിശദീകരിക്കാനായിട്ട് കഴിയുക? പ്രപഞ്ചത്തിൽ ആരുണ്ട്? ദൂതഗണങ്ങളുണ്ട്. മനുഷ്യർ മാത്രമല്ല ഉള്ളത്. ഈ പ്രപഞ്ചത്തിൽ ആര് മാത്രമല്ല ഉള്ളത്? മനുഷ്യർ മാത്രമല്ല ഉള്ളത്. വേറെ ആരുണ്ട്? ദൂതന്മാരുണ്ട്, ദൈവമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ മനുഷ്യന് മനസ്സിലാകുന്ന മനുഷ്യൻ്റെ പ്രകൃതിക്കൊപ്പം ദൈവത്തിൻ്റെ പ്രകൃതി അങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് ശഠിക്കാൻ ഒക്കുകയില്ല. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനിൽ എന്തേ ഉള്ളൂ? ഏതെങ്കിലും ഒരു വ്യക്തിത്വമേ ഉള്ളൂ, അല്ലാതെ പല വ്യക്തിത്വമില്ല.
സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഏതെങ്കിലും ഈ ദൈവത്വത്തിൽ നമ്മളിപ്പം ത്രിയേകത്വത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ 3 ആളത്വങ്ങൾ സാരാംശത്തിൽ ഒന്നാണ് എന്ന് നമ്മൾ ത്രിയേകത്വത്തെക്കുറിച്ച് പറയുമ്പം അവരുടനെ കൊണ്ടുവന്ന് നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താ? നമ്മുടെ മനുഷ്യത്വത്തിൽ അങ്ങനല്ലല്ലോ. മനുഷ്യരിൽ ഒരു മനുഷ്യനല്ലേ ഉള്ളൂ, അല്ലാതെ 3 പേർക്ക് ഒരു മനുഷ്യനെ കയറി ഇരിക്കാൻ ഒക്കുമോ? അങ്ങനെ വരുന്നത് അപ്സൈഡ് അല്ലേ എന്ന് പറയുമ്പം അവർ വിസ്മരിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്. എന്താ? മനുഷ്യന് പ്രസക്തമായ ഒരു നിയമത്തെ ദൈവത്തിനും അവർ ബാധകമാക്കുക ചെയ്യുന്നത്. സത്യത്തിൽ അങ്ങനെ ചെയ്യാമോ? ദൈവമാരാ? ദൂതഗണങ്ങളാരാ? അവർക്കൊക്കെ അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യരുതോ? അവരുടേതായ രീതിയിൽ അവർക്ക് എക്സിസ്റ്റ് ചെയ്യുകയും നിലനിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യരുതോ? അതിനുള്ള അലവൻസ് അവർക്ക് കൊടുക്കണ്ടേ? അല്ലാതെ നമ്മൾ മനുഷ്യരായ നമ്മൾ പരിമിതികളുള്ള മനുഷ്യർ, നമുക്ക് ഒരാളിൽ ഒരു വ്യക്തിക്ക് മാത്രമേ കുടികൊള്ളാൻ ഒക്കുകയുള്ളൂ. അതാ നമ്മുടെ രീതി, മനുഷ്യൻ്റെ രീതി. ഏത് മനുഷ്യനും അങ്ങനെ ഒക്കുകയുള്ളൂ. ആ മനുഷ്യൻ്റെ താപ്പ് ദൈവത്തിനും നമ്മൾ ബാധകമാക്കാൻ ചെന്നാൽ അവിടെ ഒരു പൊരുത്തക്കേടില്ലേ എന്നാണ് നമ്മൾ തിരിച്ചു ചോദിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായോ? ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. തെങ്ങിനും കവുങ്ങിനും ഒരേ ത്ലായിപ്പല്ല എന്ന് മലയാളത്തിൽ പറയും. എന്ന് വെച്ചാൽ ഈ പണ്ടത്തെ കാലത്തൊക്കെ ആളുകൾ മരത്തേലൊക്കെ കയറുമായിരുന്നു. മരത്തെ കയറുമ്പോൾ ത്ലായിപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ത്ലായിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പോഴത്തെ നഗരവാസികൾക്ക് അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ത്ലായിപ്പ് തെങ്ങേ കയറുന്നതും കമുകെ കയറുന്നതിന് 2 ത്ലായിപ്പാണ്. തെങ്ങേ കയറുമ്പോൾ തെങ്ങ് ഇച്ചിരി കൂടെ വലുതാണ്, അതുകൊണ്ട് ആ ത്ലായിപ്പ് ഒരു തരം ത്ലായിപ്പാണ്. എന്നാൽ കമുക് പെൻസിൽ പോലൊരു സാധനമാണ്. അതിന് ഈ തെങ്ങേ കയറിയ ത്ലായിപ്പും കൊണ്ട് കമുകെ കയറാൻ ഒക്കുകയില്ല. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ കാര്യം മനസ്സിലായോ? ദൈവത്തിന് ഒരു ത്ലായിപ്പ്, മനുഷ്യന് വേറൊരു ത്ലായിപ്പ്. ഇത്രയേ ഉള്ളൂ. കണ്ടോ? ഒരു മലയാളത്തിലെ ഒരു പഴഞ്ചൊല്ലുകൊണ്ട് നമ്മൾ പ്രശ്നത്തെ എത്ര എളുപ്പം പരിഹരിച്ചു. ഒരു പഴമൊഴി കൊണ്ട് നമ്മൾ എത്ര. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മിൽ ഒരാളിൽ ഒരു വ്യക്തിത്വത്തിനെ കുടികൊള്ളാൻ ഒക്കുകയുള്ളൂ. അത് നമ്മുടെ ത്ലായിപ്പാണ്. നമ്മുടെ ത്ലായിപ്പ് തന്നെ ദൈവത്തിനും ബാധകമാക്കണം എന്ന് നമ്മൾ പറയുന്നിടത്താണ് പറയുന്നത് നമ്മുടെ കുഴപ്പമാണ്. എന്നിട്ട് നമ്മുടെ യുക്തിക്ക് അത് ചേരാത്തത് കൊണ്ട് ത്രിയേകത്വം യുക്തിസഹമല്ല എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പരിമിതിയെ തന്നെ കാണിക്കുന്നത് എന്നാണ് നമുക്ക് ഈ പ്രിയപ്പെട്ടവരോട് പറയാനായിട്ട് കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് പ്രധാനമായിട്ടും സാധാരണ മനുഷ്യന് മനസ്സിലാക്കാനൊക്കാത്ത, അവൻ്റെ യുക്തിക്കെത്താത്ത വൻകാര്യങ്ങളും അത്ഭുത വിഷയവും എന്ന് പറഞ്ഞതുപോലെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റായ 2 ഘടകങ്ങൾ, പൂർണ്ണ ദൈവത്വം, പൂർണ്ണ മനുഷ്യത്വം, ഇത് രണ്ടും ഒരൊറ്റ വ്യക്തിയിൽ ഒരുപോലെ എങ്ങനെ കുടികൊള്ളുന്നു, അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ്, അതിൻ്റെ പ്രായോഗികത എങ്ങനെയാണ്, ഈ കാര്യങ്ങളാണ് നമ്മൾ വളരെ ലളിതമായിട്ടൊന്ന് ചിന്തിക്കാനായിട്ട് ഒന്ന് തുടങ്ങി വെച്ചത്. അത് എങ്ങനെ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും നമ്മൾ പറഞ്ഞു വന്ന 1-2 കാര്യങ്ങൾ ഇങ്ങനെ പറയാം. ഒരു പ്രകൃതം ചെയ്യുന്നത് മറ്റേ പ്രകൃതം ചെയ്യാതിരിക്കുന്നു. ചിലപ്പം ഈ 2 യേശുവിൽ പൂർണ്ണ ദൈവത്വവും പൂർണ്ണ മനുഷ്യത്വവും ഉണ്ടായിരിക്കെ തന്നെ ചിലപ്പോൾ താൻ ദൈവത്വത്തിൽ പ്രതികരിക്കുന്നു, ചിലപ്പോൾ മനുഷ്യത്വത്തിൽ പ്രതികരിക്കുന്നു. അങ്ങനെ വരുമ്പം നമ്മുടെ പല കൺഫ്യൂഷനും മാറിപ്പോകും. അതുപോലെ തന്നെ ചിലപ്പം ഒരാളത്വം ചെയ്യുന്നത് കൃത്യമായിട്ട് ആ ആളത്വം ചെയ്യുന്നതായിട്ടായിരിക്കില്ല, മറ്റേ ആളത്വം ചെയ്യുന്നതായിട്ട് പറഞ്ഞെന്നിരിക്കും. അങ്ങനെ പറയുന്നത് തെറ്റൊന്നുമില്ല. കാര്യം 2 ആളത്വവും സാരാംശത്തിൽ ഒന്ന് തന്നെ. ചില ആളുകൾക്ക് 2 പേരില്ലേ, നമുക്ക് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് വളരെ ലളിതമായിട്ട് കുഞ്ഞുട്ടി എന്ന് പേരുള്ള ഒരാളുണ്ട്. അതേസമയം തന്നെ ജോസഫ് എന്ന അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ നെയിം. ജോസഫ് ഒരു കാര്യം ചെയ്തു, കുഞ്ഞുട്ടി ഒരു കാര്യം ചെയ്തു. രണ്ടും ആരാ? രണ്ടും ഒരു വ്യക്തി തന്നെയല്ലേ? അപ്പം ജോസഫ് ചെയ്തെന്ന് പറയുന്നത് സത്യത്തിൽ ചിലപ്പോൾ ആരായിരിക്കും ചെയ്തത്? കുഞ്ഞുട്ടി ആയിരിക്കും ചെയ്തത്. കുഞ്ഞുട്ടിയും ജോസഫും രണ്ടല്ലാത്തത് കൊണ്ടായി ഏത് പേര് പറഞ്ഞാലും പ്രശ്നമല്ല. 2 പേരും ഒന്ന് തന്നെ ആയതുകൊണ്ട് ഏത് പേര് പറഞ്ഞാലും അതിൻ്റെ അകത്ത് തെറ്റില്ല. ക്രിസ്തു മരിച്ചു. ക്രിസ്തുവല്ല മരിച്ചത്, യേശുവാണ് മരിച്ചത്. പക്ഷേ ക്രിസ്തു എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ക്രിസ്തുവും യേശുവും ഒന്നായതുകൊണ്ട് ഏത് പേര് പറഞ്ഞാലും തെറ്റില്ല. യേശുവിൻ്റെ അമ്മ മറിയ, യേശുവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള മാനം എനിക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന് പറയേണ്ടതിന് പകരം കർത്താവിൻ്റെ അമ്മ എന്ന് പറഞ്ഞപ്പം അത് തെറ്റിയോ?
തെറ്റിയില്ല. കർത്താവും യേശുവും ഒന്ന് തന്നെ. ഒരു നാമം പറയേണ്ടതിന് മറ്റൊരു നാമം പറയുക. ഇതൊക്കെ നമ്മളതിൻ്റെ ടോട്ടാലിറ്റിയിൽ ഈ കാര്യങ്ങളെ കൺസീവ് ചെയ്ത് നമ്മൾ ഉൾക്കൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഒരു ആത്മീയ ചിന്തയ്ക്കായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞു. എന്താ അത്? യേശു തൻ്റെ ദൈവത്വത്തെ മറ്റുള്ളവർക്കായിട്ട് ഉപയോഗിച്ചു. തൻ്റെ മനുഷ്യത്വത്തിൻ്റെ കാര്യങ്ങളെ മറികടക്കാൻ ദൈവത്വം എന്നൊരു അവകാശം ഉപയോഗിച്ചില്ല. ആ അവകാശം ഉരിഞ്ഞു വെച്ച് താൻ തൻ്റെ മനുഷ്യത്വത്തിൽ നിന്നു. അങ്ങനെ നിന്നപ്പം യേശു നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നിടത്തും യേശു തൻ്റെ മനുഷ്യത്വത്തിൽ നിന്നുകൊണ്ടാണ് ആ പരീക്ഷകളെല്ലാം വിജയിച്ചത്. നമുക്കും അങ്ങനെ പോകാനൊക്കും എന്ന ഉത്സാഹം അവിടെ നമുക്ക് ലഭിക്കും. അതുപോലെ രണ്ടു പേര് തമ്മിലുള്ള പ്രവർത്തന രീതിയിലുള്ള വ്യത്യാസം പ്രകൃതത്തിലുള്ള വ്യത്യാസമായിട്ട് കാണരുത്. അങ്ങനെയുള്ള പ്രവർത്തന രീതിയിലുള്ള വ്യത്യാസത്തെ പ്രകൃതത്തിലുള്ള വ്യത്യാസമായിട്ട് യഹോവ സാക്ഷികളെ പോലുള്ള സഹോദരങ്ങളെ വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ ആ കെണിയിൽ നമ്മൾ വീണു പോകരുത്. പിതാവ് എന്നേക്കാൾ വലിയവൻ എന്ന് യേശു പറഞ്ഞപ്പോൾ പ്രവർത്തന രീതിയിലുള്ള വ്യത്യാസത്തെയാണ് അത് ഉദ്ദേശിച്ചത്. അതുപോലെ അതിനെ തുടർന്ന് നമ്മൾ എന്ത് പറഞ്ഞു? നമ്മൾ യഹോവ സാക്ഷികളായ പ്രിയപ്പെട്ടവർ പലപ്പോഴും പറയാറുള്ളത് പോലെ ഈ ത്രിയേകത്വം എന്നുള്ള ആശയത്തെ അവർ നമ്മുടെ മാനുഷികമായ ഒരു നിലയിൽ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ട് അത് നമ്മുടെ യുക്തിക്ക് ഇണങ്ങാത്തത് കൊണ്ട് ദൈവത്തിനും അത് സാധ്യമല്ല എന്നുള്ള നിലയിൽ അവർ നമ്മളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ഈ കൊച്ചു വാക്കോർക്കുക, തെങ്ങിനും കമുകിനും ഒരേ തളായിപ്പല്ല, ദൈവത്തിനാകാം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഈ കാര്യങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പറയാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് പ്രാർത്ഥിച്ച് ഈ സെഷൻ അവസാനിപ്പിക്കുകയും ചെയ്യാം.